ഒരെണ്ണം മതി ഹൈലൈറ്റ് അല്ലേ? വേറെ ഒന്നും വേണ്ട. ഇത്രയും അടിപൊളി ഒരു പാവാട ഫുൾ ത്രെഡ് വർക്കിലാണ് കേട്ടോ വരുന്നത്. ടിഷ്യൂല് വരുന്ന ഒരു 3 പീസ് സെറ്റ് ആണ് റെഡിമെയ്ഡ്. പല സ്ഥലത്തും ഇങ്ങനെ കണ്ടിട്ടില്ല. സാധാരണ റണ്ണിങ് മെറ്റീരിയൽ ഒക്കെ ഇങ്ങനെ വെച്ചെടുക്കുക. അജ്രക്കിന്റെ പാച്ച് വർക്കിൽ കേട്ടോ. ഇത് നല്ല പെർഫെക്റ്റ് ആണ്, പെർഫെക്റ്റ് കട്ടിംഗ് ആണ്. ന്യൂ ബോൺസിന്റെ കെട്ടുടുപ്പാണ്. എന്ത് പറയുന്ന ഇലുമിനാന്റ് ശരിക്കുള്ള മുന്താണി കാണുമ്പോ ഇങ്ങനെ നിവർത്തി കാണണം. ഇത് ഇങ്ങനെ കാണുമ്പോഴാണ് അതിന്റെ ഒരു ലുക്ക് മനസ്സിലാവുള്ളൂ. ഇത് മേളമുണ്ട്, മേളം കൊട്ട് അതിന് മാച്ചിങ് ആയിട്ട് നമുക്ക് ഈ ഒരു ഷർട്ട് കൊടുക്കാം. ഇത് ശരിക്കും പറഞ്ഞ ഹാൻഡ് പെയിന്റ് ആണ്. നമ്മള് വെസ്റ്റ് ബംഗാൾ ഖാദി ചെയ്യുന്നുണ്ട്. പനിനീർ ചെമ്പകം. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം വരുന്നു. ഓണത്തിന് എന്തായാലും ഓണപ്പുടവ വേണം, കസവ് സാരി വേണം, സെറ്റ് മുണ്ട് വേണം, മുണ്ടുകൾ വേണം, അങ്ങനെ വെറൈറ്റീസ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലാണ്. അതും റീറ്റെയിൽ ആയിട്ട് കിട്ടുന്ന ഒരു ഷോപ്പിലാണ്. അപ്പം ഷോപ്പിന്റെ പേര് അറിയണ്ടേ? എൻ്റെ മുണ്ടുകട. യെസ്, നമ്മുടെ മുണ്ടുകട. അപ്പം നമ്മൾ വന്നിരിക്കുന്ന ആലപ്പുഴയിലാണ്, ചാറുമൂട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്. ഈ റോഡിനെ പറയണത് നമുക്ക് KP റോഡ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു റോഡാണ്, ഹൈവേ റോഡാണ്. അപ്പം KP റോഡ് ചാറുമൂട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതിൻ്റെ ഇപ്പം ഈ ഒരു ഷോപ്പ് എന്ന് പറയുമ്പോൾ എൻ്റെ മുണ്ടുകട എന്ന് പറയുമ്പോൾ ഇതൊന്നല്ല, 3 ഷോപ്പ് ഉണ്ട് കേട്ടോ ഇവർക്ക്. അപ്പോൾ ഈ സൈഡിൽ കൂടെ പോകുമ്പോൾ നമുക്ക് 2 ഷോപ്പും കൂടി ഉണ്ട്. അവിടെ തന്നെ നമുക്ക് പാർക്കിംഗ് സൗകര്യം ഉണ്ട്. എല്ലാ ഫെസിലിറ്റീസോട് കൂടിയിട്ടാണ്. അപ്പോൾ ആണുങ്ങൾക്ക് വേണമെങ്കിൽ ആണുങ്ങൾക്ക്, പെണ്ണുങ്ങൾക്ക് വേണമെങ്കിൽ പെണ്ണുങ്ങൾക്ക്, റണ്ണിങ് മെറ്റീരിയൽസ് വേണമെങ്കിൽ റണ്ണിങ് മെറ്റീരിയൽസ്, റെഡിമെയ്ഡ് ബ്ലൗസ്, എല്ലാ വെറൈറ്റീസ് ഉണ്ട്. ഒക്കെ കസുവ് ആണെന്ന് മാത്രം എല്ലാ കാര്യങ്ങളും കേട്ടോ. അപ്പോൾ സെറ്റ് സാരി, സെറ്റ് മുണ്ട്, ധോത്തീസ്, അങ്ങനെ വെറൈറ്റീസ്. ഷർട്ട് വേണമെങ്കിൽ മാച്ചിങ് ഷർട്ടും ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. അപ്പോൾ അതും ബ്രാൻഡഡ് റീറ്റെയിൽ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ലേഡീസിൻ്റെ കളക്ഷൻസ് നോക്കിയാലോ. ലേഡീസിൻ്റെ കളക്ഷൻസ് പറയുമ്പോൾ ഈ ഒരു സ്ഥലത്താണ് കേട്ടോ നമുക്ക് എൻ്റെ മുണ്ടുകട. ഇവിടേക്ക് നമുക്ക് ആദ്യം പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജെൻസിൻ്റെ ഒക്കെ കാണിക്കാം. വരും. നല്ലൊരു കണ്ണുള്ള സ്ഥലത്താണ് നമ്മുടെ എൻ്റെ മുണ്ടുകട നിൽക്കുന്നത്. അവിടുത്തെ ഓണർ. ഹായ്. ശരിക്കും നമസ്കാരമൊക്കെ പറഞ്ഞു. കാരണം ഫുൾ ട്രഡീഷണൽ ഐറ്റംസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ഫുൾ ട്രഡീഷണൽ ആണ്. കസുവിന്റെ ഐറ്റംസ് മാത്രം. എങ്ങനെ 3 ഷോപ്പ് ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. 3 ഷോപ്പ് ഉണ്ട് നമുക്ക്. മെൻസ് വെയർ, ലേഡീസ് വെയർ, റണ്ണിങ് മെറ്റീരിയൽ. മെൻസ് വെയറിന്റെ സെപ്പറേറ്റ് ഒരു ഷോപ്പ്, പിന്നെ റണ്ണിങ് മെറ്റീരിയൽസും റെഡിമെയ്ഡ് ബ്ലൗസിന്റെ അങ്ങനെ ഒരു ഷോപ്പ്, പിന്നെ ലേഡീസിന് മാത്രമായിട്ട്. അപ്പോൾ ഇനി ഫാമിലി ആയിട്ട് വരുന്നവർക്ക് അങ്ങനെ വരാം. ഇനി സെപ്പറേറ്റ് ഒരു ലേഡി ആയിട്ട് വരുമ്പോൾ ഇങ്ങോട്ട്, ആണുങ്ങളാണെങ്കിൽ അങ്ങോട്ട്, ആരും ഒന്ന് ടെൻഷൻ അടിക്കേണ്ട. സെപ്പറേറ്റ് കാര്യം. പിന്നെ പാർക്കിംഗ് സൗകര്യം ഉണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഒന്നും ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ 3 കട എന്ന് പറയുമ്പോൾ വലിയ സ്ഥലത്തൊന്നും അല്ല കേട്ടോ. ഒക്കെ അടുത്തുള്ള സ്ഥലത്താണ്. ഒരു സ്ഥലത്തേക്കും ദൂരത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അടുത്തടുത്ത് തന്നെ, ചുറ്റുള്ളതാണ്. ഒരു 10 അടി വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ കടയെ, 10 അടി വെച്ച് അപ്പുറത്തെ കടയെ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ ഈ കടയിൽ എന്താണ് ഐറ്റംസ് ഉള്ളത്? ഇത് നമുക്ക് ലേഡീസ് വെയറിന്റെ ഷോപ്പാണ്. നമുക്ക് ഇതിൽ സെറ്റ് സാരി, സെറ്റ് മുണ്ട്, ദാവണി, പാവാട ബ്ലൗസ്, കുട്ടികളുടെ കിഡ്സ് വെയർ, അതിൽ ഉടുപ്പ് വരുന്നുണ്ട്, പാവാടയും ബ്ലൗസും വരുന്നുണ്ട്, മിഡിയും ടോപ്പായിട്ട് വരുന്നുണ്ട്. അങ്ങനെ പിന്നെ ചുരിദാറിൻ്റെ സെറ്റ് വരുന്നുണ്ട്, ടോപ്പ് മാത്രം വരുന്നുണ്ട്, ഷോള് മാത്രം വരുന്നുണ്ട്, സ്കേർട്ട് മാത്രം വരുന്നുണ്ട്. സാധാരണ കേരള ട്രഡീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ധാരണയില് സെറ്റ് സാരി, സെറ്റ് മുണ്ട്, ദാവണി അല്ലെങ്കിൽ പട്ടുപാവാട അങ്ങനത്തെ സംഭവം. പക്ഷെ അതിനും വെറൈറ്റി കണ്ടെത്തുന്ന ഒരു സംഭവമാണ് എൻ്റെ മുണ്ടുകട എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് മോളിൽ നിന്ന് ഒന്ന് ഫോക്കസ് ചെയ്യാം. നല്ല അടിപൊളി ഒരു ഫുൾ സെറ്റ് സാരിയാണല്ലോ അല്ലെങ്കിൽ സെറ്റ് മുണ്ട്. ഇത് ഇവിടെ ഇരിക്കുന്ന എല്ലാം സെറ്റ് മുണ്ടാണ്, അവിടെ ഇരിക്കുന്ന എല്ലാം സെറ്റ് സാരിയാണ്. സെറ്റ് സാരി ആ ഐറ്റം വരെ ഫുൾ സെറ്റ് സാരികളാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ എത്ര വയസ്സ് തൊട്ട് എത്ര വയസ്സ്? ന്യൂ ബോൺ മുതൽ നമുക്ക് മേപ്പോട്ടുണ്ട് ഉണ്ടല്ലേ. അപ്പൊ കുട്ടികൾക്കുള്ള ഐറ്റംസ് ഇതൊക്കെ ഫുൾ കുട്ടികളുടെ ഐറ്റംസ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സെക്ഷൻ വരുമ്പോൾ നമുക്ക് ദാവണിയിലെ ഫുൾ കളക്ഷൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഓരോന്നോരോന്ന് എടുത്ത് നോക്കാം. പക്ഷെ ആദ്യം നമുക്ക് കേരള ട്രഡീഷൻ എന്ന് പറയുമ്പോൾ സെറ്റ് സാരിയാണ് നോക്കേണ്ടത്. അപ്പൊ സെറ്റ് സാരിയുടെ ഒരു കളക്ഷൻ നമുക്ക് നോക്കിയാലോ. അപ്പോൾ എവിടുന്നാ തുടങ്ങേണ്ടത്? ഇതിൽ നിന്ന് തന്നെ തുടങ്ങാം. കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ. ഇതിപ്പോ വരുന്നത് ഹാൻഡ് പെയിന്റിംഗ് ആണ്. കോട്ടൺ മെറ്റീരിയലില് കസവില് ഹാൻഡ് പെയിന്റിംഗ് വരുന്നതാണ്. അപ്പൊ ഈ ഹാൻഡ് പെയിന്റ് ആയതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഇത് വാഷ് ചെയ്യുമ്പോൾ അങ്ങനെ പോകും? ഇല്ല, ഇത് വാഷബിൾ ആണ്, കുഴപ്പമൊന്നുമില്ല അല്ലെ. അപ്പൊ അതാ
ഇതാണ് ഇതിന്റെ മുന്താണിയുടെ പോർഷൻ വരുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ ഹാൻഡ് പെയിന്റ് ആണ്. ഇത് നമുക്ക് ആവശ്യമുള്ളിടത്തൊക്കെ ഞങ്ങൾ പറയുമ്പോൾ ചെയ്ത് തരാൻ പറ്റും. നമ്മള് ഇതിപ്പം റെഡി ആയിട്ട് വന്നിട്ടുള്ളതാണ്. അല്ലാണ്ട് നമ്മൾ കസ്റ്റമൈസ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മ്യൂറൽ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മള്. മ്യൂറൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞ ഡിസൈൻസ് പറഞ്ഞ രീതിയിൽ നമ്മുടെ പ്രോഡക്റ്റിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പ്രോഡക്റ്റ് അത് എടുത്ത് പറയാണ്. ഇവിടുന്ന് മേടിച്ച ഐറ്റംസിന് സാരി ആയാലും മുണ്ടായാലും ഷർട്ട് ആയാലും എന്തിലാണേലും നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്ന ബഡ്ജറ്റ് റേറ്റിൽ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് റീറ്റെയിലും കൂടിയാണ് കേട്ടോ. അപ്പൊ ഇത് നല്ലൊരു അടിപൊളി ഹാൻഡ് പെയിന്റിൽ വരുന്ന ഓവറോൾ ബാക്കിയുള്ളടത്ത് പ്ലെയിൻ അല്ല. നമുക്ക് താഴെ ഇങ്ങനെ പിടിച്ചോ. ഇത് ഈ ഒരു പോർഷൻ അടിവശം ഫുള്ള് നമുക്ക് ആ ഒരു പെയിന്റിന്റെ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ആ ബോർഡർ ഫുള്ള് വരുന്നത് പെയിന്റിന്റെ വർക്കാണ്. അങ്ങനെ വെറൈറ്റീസ്. അപ്പോൾ ഇത് കോട്ടണിൽ കസവാണ് ഇത് വരുന്നത്. അപ്പോൾ അടുത്തൊരു കളക്ഷൻ നമുക്ക് നോക്കാം. അടുത്തത് വരുന്നത് ഇതിപ്പോൾ ഈ പ്രാവശ്യം ഓണം ട്രെൻഡ് ആയിട്ടുള്ള അജ്രക്കില് കസവില് വിത്ത് ബ്ലൗസ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ. ഇത് സെപ്പറേറ്റ് ബ്ലൗസ്. ഈ സെറ്റ് സാരിയിലാണ് കേട്ടോ ഇത് വരുന്നത്. അതുപോലെ ഇതിന്റെ പാച്ച് വർക്ക് ചെയ്തിട്ടുള്ള വർക്കാണ്. ഓവറോൾ ഇതാണ് ഇതിന്റെ ശരിക്കുള്ള മുന്താണിയുടെ പോർഷൻ. ഇത് ശരിക്കും കോട്ടണിലാണ് വരുന്നത് കേട്ടോ. കോട്ടണിലാണ് വരുന്നത്. കോട്ടണിൽ അതിൽ ടെമ്പിളുടെ ഡിസൈനും അതുപോലെ തന്നെ അജ്രക്കിന്റെ വർക്ക് രണ്ടും കൂടിയിട്ട് വരുന്നുണ്ട്. ഒന്ന് അടുത്ത് വന്ന് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് കിട്ടും കേട്ടോ. കണ്ടോ, നല്ല രസമായിട്ടുണ്ട്. ഈ പാച്ച് വർക്ക് എന്ന് പറയുമ്പോൾ അജ്രക്കിന്റെ അത് ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് ഇപ്പൊ കളേഴ്സ് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്ത് നമുക്കിപ്പം ഇത്ര മൂവിങ് കൂടുതലാണ് അല്ലേ. ഇപ്രാവശ്യത്തെ ഒരു ഓണം ട്രെൻഡാണ് അജ്രക്ക്. സാധാരണ ഞാൻ കണ്ടിരിക്കുന്നത് അജ്രക്കിന്റെ പാച്ച് വർക്ക് മാത്രം. പക്ഷെ ഇത് അജ്രക്ക് വിത്ത് ടെമ്പിൾ വർക്ക് രണ്ടും കൂടിയിട്ട് മിക്സ് ആയിട്ട് വരുന്നതാണ്. വിത്ത് ബ്ലൗസ് സെറ്റ് സാരി കിട്ടും. അപ്പൊ സെറ്റ് മുണ്ടിനും ഇതേപോലെ തന്നെ സെയിം നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതിപ്പോ കാണിക്കുന്നത് ഫുൾ കോട്ടൺ. പിന്നെ പവർലൂമും ഉണ്ട് ഹാൻഡ്ലൂമും ഉണ്ട്. രണ്ടും നിങ്ങൾക്ക് എന്താണ് ആവശ്യം അതൊക്കെ ഇവിടെ ഉണ്ട്. ഹാൻഡ്ലൂം ഒക്കെ ആകുമ്പോൾ നമുക്ക് എവിടെ നോക്കിയാ നമ്മൾ ഹാൻഡ്ലൂം ബാലരാമപുരം ഹാൻഡ്ലൂം ചെയ്യുന്നുണ്ട്. അതുപോലെ പെരുവമ്പിന്റെ ഹാൻഡ്ലൂം ചെയ്യുന്നുണ്ട്. കുത്താമ്പള്ളി ഹാൻഡ്ലൂം ചെയ്യുന്നുണ്ട്. അങ്ങനെ 3 സ്ഥലത്ത് തന്നെ. പവർലൂം എന്ന് പറയുമ്പോൾ പിന്നെ മെഷീനാണ്, അത് അറിയേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അതും ഉണ്ട് നമുക്ക് വരുന്നത്. പിന്നെ നമ്മള് വെസ്റ്റ് ബംഗാൾ ഖാദി ചെയ്യുന്നുണ്ട്. ഓ, അതെന്തായാലും കാണിക്കണം കേട്ടോ നമുക്ക്. ഓക്കെ, ഇത് കാണിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അടുത്ത കളക്ഷൻ നോക്കുകയാണെങ്കിൽ അടുത്തതും സെപ്പറേറ്റ് ബ്ലൗസ് ആയിട്ട് വരുന്ന ഒരു മോഡലാണ്. ഇത് നമുക്ക് വരുന്നത് ടിഷ്യൂ മെറ്റീരിയലാണ് വരുന്നത്. ഇത് ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത്. ഫുൾ ഓവറോൾ ഡിജിറ്റൽ പ്രിന്റ്. അതേപോലെ ഇത് ഉള്ളിലാണ് ഈ ഒരു പോർഷനിൽ. നമ്മുടെ മുന്താണി വരുമ്പോൾ ഇങ്ങനെ തിരിച്ച് പിടിച്ചോ, തിരിച്ച്. യെസ്, ഇതാണ് നമുക്ക് മുന്താണിയുടെ അവിടെ നിന്ന് പൊന്തിച്ച് ഇതാണ് നമുക്ക് മുന്താണിയുടെ പോർഷൻ വരുന്നത് കേട്ടോ. വിത്ത് കസവും നമുക്ക് പറയുന്ന മോഡൽ അത് വേണമെങ്കിലും ചെയ്ത് തരും. ഇത് വീതി കൂടി കുറവ് അതെല്ലാം ഉണ്ട്. നമുക്ക് ഇപ്പം 1 ഇഞ്ച് വീതി, 2 ഇഞ്ച് വീതി, 3 ഇഞ്ച് വീതി അങ്ങനെ വരുന്നുണ്ട്. അത് കസവ് തന്നെയായിട്ടും വരും, നമുക്ക് അല്ലാണ്ട് പ്രിന്റ് ആയിട്ടും വരും. അങ്ങനെ ഇതിന്റെ ബ്ലൗസ് വിത്ത് ബ്ലൗസ് വരുന്നത്. ബ്ലൗസ് ഭയങ്കര പ്രിറ്റി ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതും ഫുൾ വർക്ക് ഉണ്ട് അല്ലേ. ഫുൾ വർക്ക് ഉണ്ട്. ഡിജിറ്റൽ പ്രിന്റിംഗ് ആണ്. ഡിജിറ്റൽ പ്രിന്റിംഗും ഒരു മൂവിംഗ് ആയിട്ടുള്ള. അപ്പൊ ഇപ്പൊ ഈ പ്രാവശ്യം നമ്മൾ ഡിജിറ്റൽ പ്രിന്റ്, അതുപോലെ തന്നെ അജ്രക്ക്, ഹാൻഡ് പെയിന്റ് ഉണ്ട്. പിന്നെ ടൈ ആൻഡ് ഡൈ ഉണ്ട്. അതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലെ. ഓരോ സമയത്ത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ട്രെൻഡ്. ഇത് ഡിജിറ്റൽ പ്രിന്റ് തന്നെയാണ്. ഡിജിറ്റൽ പ്രിന്റ് വരുമ്പം വലിയ പ്രിന്റും വരും, കുഞ്ഞു കുഞ്ഞു പ്രിന്റും വരും. അത് അതിന്റെ മുന്താണി പോർഷനാണ് ആ വലിയ പ്രിന്റ് വരുന്നത്. ഇത് ഒന്ന് നിവർത്തി കാണിച്ചാൽ അതിന്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാൻ. ബ്ലൗസ് അറ്റാച്ച്ഡ് ആണ്, അതിൽ ഉണ്ട്. ഓ, ഇതാണോ ബ്ലൗസ് വരുന്നത്? ഓക്കെ, ഈ ഒരു പോർഷനാണ് ബ്ലൗസ് വരുന്നത്. അപ്പൊ ബ്ലൗസ് ഇതിൽ നിന്ന് വേണമെങ്കിൽ മുറിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പല കളേഴ്സ് യൂസ് ചെയ്യാം. അതിൽ കുറെ കളേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ, എത്ര കളേഴ്സ് ഉണ്ട്, മൾട്ടി കളർ ആയിട്ടുള്ളത്. അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പൊ ജസ്റ്റ് ഇതൊന്ന് ഈ പോർഷൻ ഒന്ന് ഓപ്പൺ ഇവിടെയും കൂടി പിടിച്ചോ, എന്നാലാണ് കറക്റ്റ് ഇത് ഇടും. കണ്ടോ, ശരിക്കുള്ള മുന്താണി കാണുമ്പോൾ ഇങ്ങനെ നിവർത്തി കാണണം. ഇതാണ് മുന്താണിയുടെ പോർഷൻ വരുന്നത്. അതേപോലെ തന്നെ ആ ബോഡി ഫുൾ ഓവറോൾ നമുക്ക് ഡിജിറ്റൽ പ്രിന്റിന്റെ വർക്ക് വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു. പിന്നെ ഈ കളർ ചേഞ്ച് കാണുന്നത് അത് ആ ഉള്ളിലെ ബ്ലൗസിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ. അല്ലാണ്ട് വേറെ വ്യത്യാസമൊന്നുമല്ല വരുന്നത്. പിന്നെ ഇതും ഈ പ്രാവശ്യത്തെ ഒരു മ്യൂറലില് നമ്മുടെ ചുവർ ചിത്രത്തിന്റെ ഉണ്ടല്ലോ, ആ ഒരു പാറ്റേൺ വരുന്നതാണ്. ഈ മുന്താണിയില് ഈ ചുവർ ചിത്രത്തിന്റെ ഒരു ഡിസൈനാണ്. അത് ഈ ഒരു മുന്താണിയുടെ ഈ ഒരു പോർഷൻ അല്ലേ. പിന്നെ താഴെയുണ്ട്. ഇത് അടിവശം വരുന്നത്.
ഓവറോൾ പ്ലെയിൻ ആണ്. നമുക്ക് താഴത്തെ ഭാഗത്തും ഈ മുന്താണിയുടെ ഭാഗത്തും ഈ ചുവർ ചിത്രത്തിന്റെ ഒരു ഡിസൈൻ വരുന്ന ഒരു പാറ്റേൺ ആണ്. അതും ഈ ഓണത്തിന്റെ ഒരു സ്പെഷ്യലാണ്. അതെ. പിന്നെ ഇത് റീറ്റെയിൽ ആണ്. ഇനിയിപ്പോ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒന്ന് പറയാൻ പറ്റുമോ എങ്ങനെയാണെന്നുള്ളത്? നമുക്ക് സാരീസ് ഒരു 650 എബവ് മുതലാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. സെറ്റ് സാരിയില് സെറ്റ് മുണ്ടിൽ വരുമ്പം ഒരു 375 മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. അപ്പൊ ഇനി ബാക്കി നമുക്ക് അടുത്ത് കുട്ടികളൊക്കെ വരുമ്പോ അപ്പൊ റേറ്റ് ചോദിക്കാം. ഇത് ബ്ലാക്ക് കസവും കരയും വരുന്നത് എപ്പോഴും ട്രെൻഡാണ്. എപ്പോഴും നമ്മൾ ഗോൾഡ് ആയാലും സിൽവർ ആയാലും ബ്ലാക്കിൽ വരുന്നത് എല്ലാവർക്കും ഭയങ്കര പ്രിയമാണ്. അത് ഇതിപ്പോ ഒരു പീലി വർക്ക് വരുന്നതാണ്. പ്രിന്റ് ആണ്, ഹാൻഡ് പെയിന്റ് അല്ല, പ്രിന്റിലാണ് വരുന്നത്. പവർ ലൂമിൽ പ്രിന്റ് വരുന്നതാണ്. ഓക്കെ. ഇതിലും ഫുൾ ഓവറോൾ ഈ ഒരു പ്രിന്റ് പോയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് അടിയിലും മുകളിൽ രണ്ട് ഭാഗത്തും സെയിം ആ ഒരു വർക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു മുന്താണി, നമുക്ക് സാരീസ് എല്ലാം തന്നെ വിത്ത് ബ്ലൗസ്, റണ്ണിങ്ങിൽ വിത്ത് ബ്ലൗസ് ഉള്ളതാണ് സാരീസ്. ഈ കസവിൻ്റെതാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ നമുക്ക് വേറെ, ഇപ്പൊ ഇതിനാകുമ്പോൾ ബ്ലാക്ക് ബ്ലൗസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രീൻ എടുക്കാം, അല്ലെങ്കിൽ ഒരു റെഡിഷ് ഷെയ്ഡ് എടുക്കാം. അപ്പൊ ഈ എടുക്കാന്ന് പറയുമ്പോൾ ഈ റണ്ണിങ് മെറ്റീരിയൽസിന്റെ ഒരു ഷോപ്പ് വേറെ ഉണ്ട്. നമുക്ക് ബ്ലൗസ് ആയിട്ട് മുറിച്ചെടുക്കാം, അല്ലെങ്കിൽ പട്ടുപാവടയ്ക്കുള്ള മെറ്റീരിയൽസ് അതൊക്കെ വേണമെന്ന് വെച്ചാൽ അത് തൊട്ടപ്പുറത്തെ ഷോപ്പിലാണുള്ളത്. അതും എൻ്റെ മുണ്ടുകട എന്നുള്ള പേരിൽ തന്നെയാണ്. അപ്പൊ ഇതിൽ തന്നെ സെയിം റണ്ണിങ് മെറ്റീരിയൽ വേണം അല്ലെങ്കിൽ വേണ്ട അങ്ങനെ ഇപ്പൊ കുറച്ച് ചിലർക്ക് കുറച്ച് കൂടുതൽ കടം വേണം. ഉള്ളവർക്കൊക്കെ ആകുമ്പോൾ ഇതിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്രണ്ടിൽ പ്ലീറ്റിൽ കുറയും. അപ്പം കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. സെയിം ഈ ഒരു തുണിയോട് കൂടിയിട്ട് ഇനി ആ അറ്റം വരെ പോകണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്യില്ല, കട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും. അപ്പൊ നമുക്ക് ബ്ലൗസ് ഒക്കെ അവിടെ നിന്ന് എടുക്കാം. പിന്നെ റെഡിമെയ്ഡ് ബ്ലൗസുകളും ഉണ്ട് കേട്ടോ. അതും വേണമെങ്കിൽ മിക്സ് മാച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇത് ഈ പ്രാവശ്യത്തെ ഒരു പനിനീർ ചെമ്പകം ഒരു ഡിസൈനാണ്. അത് ഈ ഓണത്തിന്റെ അത് കോട്ടണിലും വരുന്നുണ്ട്, ടിഷ്യൂല് വരുന്നുണ്ട്, ഇത് തന്നെ സെറ്റ് മുണ്ടിലും വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ മുന്താണി വരുമ്പോ പനിനീർ ചെമ്പകം. എന്ത് രസമല്ല കാണാനായിട്ട്. ഉള്ള ഒരു യെല്ലോയില് ശരിക്കുള്ള കളർ ഇത് തന്നെയല്ലേ? അതിന്റെ ചെമ്പകത്തിന്റെ ഇത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു സംശയം. അതെ, നമുക്ക് രണ്ടുപേർക്കും ഒരു സംശയം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, കമന്റ് സെക്ഷനിൽ അവര് പറയട്ടെ ഇതിന്റെ കളർ ശരിക്കുള്ളത് എന്താ, ചെമ്പക പൂവിന്റെ ശരിക്കുള്ള കളർ ഏതാണെന്നുള്ളത് കമന്റ് സെക്ഷനിൽ പറയാം. അപ്പൊ പനിനീർ ചെമ്പകം എന്ന് പറഞ്ഞിട്ടാണ് നമ്മള് ഇതിലും റണ്ണിങ് ബ്ലൗസ് ഉണ്ട്. ഇത് നമുക്ക് കോട്ടണിലും വരുന്നുണ്ട്. ഈ സെയിം പ്രിന്റ് തന്നെ കോട്ടണിലും വരുന്നുണ്ട്. അത് സെറ്റ് മുണ്ടിലും വരുന്നുണ്ട്. ഓക്കെ. അവര് ഏത് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ ആ ടിഷ്യൂലായ വേണമെങ്കിൽ ടിഷ്യൂ, കോട്ടൺ വേണമെങ്കിൽ കോട്ടൺ, അങ്ങനെ യൂസ് ചെയ്യാന്നല്ലേ. ടിഷ്യൂല ഇതാകുമ്പോ കുറച്ചുകൂടി ഇങ്ങനെ എടുത്തെറിക്കും. മറ്റേത് ആകുമ്പോ ടിഷ്യൂ ആകുമ്പോ മഞ്ഞ തന്നെയല്ലേ വരുന്നത്. അതിന്റെ ഒരു വ്യത്യാസം ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ രണ്ടും സെയിം പ്രിന്റ് തന്നെയാണ്, ഒരു മാറ്റം ഇല്ല കേട്ടോ അതില്. അപ്പൊ ഈ ഒരു പ്രിന്റ് ഇപ്പോഴത്തെ ട്രെൻഡി കളക്ഷൻ. അതുപോലെയാണ് ഇപ്പം ടൈ ആൻഡ് ഡൈ ഇപ്പം ഭയങ്കര ട്രെൻഡാണ്. ഇത് ഓൾമോസ്റ്റ് ഭയങ്കര ഇപ്പൊ റീൽസിലും എല്ലായിടത്തും ഉണ്ട്. അത് പല കളേഴ്സാണ്. അത് ടിഷ്യൂലും കോട്ടണിലും എല്ലാം ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെയായിട്ട് വരാം, ഹാഫ് ആൻഡ് ഹാഫ്. അതിൽ നമുക്ക് പല കളേഴ്സ് ഉണ്ട്, ബ്ലൂ, ഗ്രീൻ, പല കളേഴ്സ് ഉണ്ട്. അത് സെറ്റ് സാരിയിലും ഉണ്ട്, സെറ്റ് മുണ്ടിലും ഉണ്ട്, പിന്നെ ധോത്തീസിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ധോത്തീസിലുണ്ട്, ധാവണിയിലുണ്ട്, അങ്ങനെ എല്ലാവരും ഫാമിലിക്ക് മൊത്തത്തിൽ ഇപ്പൊ ഒരു ട്രെൻഡാണ് അതിന്റെ ഒരു പാറ്റേൺ. ഈ ഒരു പാറ്റേൺ അല്ലേ ഇപ്പോഴത്തെ ട്രെൻഡി കളക്ഷൻ ആണ് വരുന്നത്. അപ്പൊ ഇതിൽ ബ്ലൗസ് വരുമ്പോ എങ്ങനെ വരാം? അതിന്റെ റണ്ണിങ്ങിൽ തന്നെയാണ് ബ്ലൗസ്, സെയിം ഇങ്ങനെ തന്നെ ടൈ ആൻഡ് ഡൈയുടെ തന്നെ ബ്ലൗസ് ആയിട്ടാണ് വരുന്നത് അല്ലേ. ഇതും ഇപ്പോഴത്തെ ഒരു കോപ്പർ ഷെയ്ഡ്, കോപ്പർ കസവാണ് വരുന്നത്. ടിഷ്യൂല് തെയ്യം പ്രിന്റ് ആണ് വരുന്നത്. ഇതും പവർ ലൂമിലാണ് കേട്ടോ. അതും അപ്പ് ആൻഡ് ഡൗൺ രണ്ട് സൈഡിലും ഇത് വരുന്നുണ്ട്. അതിന്റെ മുന്താണി നോക്കണേ, ഇതാണ് മുന്താണി വരുന്നത്. മുന്താണി നോക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷനിലാണ് കേട്ടോ മുന്താണി വരുന്നത്. അതും ഫുൾ അപ്പ് ആൻഡ് ഡൗൺ ഫുൾ ഈ ഒരു പ്രിന്റോട് കൂടിയിട്ട് തന്നെയാണ് കോപ്പറിന്റെ സെറിയിൽ. അപ്പൊ ആ കോപ്പർ ടിഷ്യൂ തന്നെയാണ്, പക്ഷെ കോപ്പർ മിക്സിംഗ് ആണ്. ഇത് വരുന്നതും കസവ് വരുന്നതും കോപ്പർ കസവാണ് വരുന്നത്. കസവ്. അപ്പൊ ബ്ലൗസ് ഇഷ്ടം ഇങ്ങനത്തെ പ്രിന്റ് ഒക്കെ ആകുമ്പോൾ ഏത് ബ്ലൗസ് വേണമെങ്കിലും മിക്സ് മാച്ച് ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഇത് അടിപൊളിയാണല്ലോ. ഇത് ലൈൻസ് വരുന്നത് ബ്ലാക്കും സിൽവർ. അത് എങ്ങനെ വന്നാലും ട്രെൻഡിയാണ്.
അത് നമുക്ക് ലോവർ പോർഷനിൽ 2 ഇതായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരു സിൽവർ മിക്സിങ് വരുന്നുണ്ട്, ഒരു ഗ്രേ മിക്സിങ് വരുന്നുണ്ട്, 2 ഒരു ബോർഡർ വരുന്നുണ്ട്. ബോർഡർ പോർഷനിൽ മേളില് സിൽവറിന്റെ മാത്രമായിട്ടുള്ള ഒരു ബോർഡർ പോർഷനാണ് വരുന്നത്. അടിയിലാണ് ഇത്തിരി വീതി കൂടുതലായിട്ടുള്ളത് വരുന്നത്. പിന്നെ ഇതിന്റെ മുന്താണി കാണാനൊരു ആഗ്രഹം, എങ്ങനെയാണ് ഇത് ഇരിക്കുക എന്നുള്ളത്. കാരണം സിമ്പിൾ ആണ്. ഇതിലൊക്കെ നല്ലൊരു ബ്ലാക്കിൽ നല്ലൊരു ഇതിട്ട് നമുക്ക് ബ്ലാക്ക് മെറ്റലിന്റെ ജ്വല്ലറി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഒരു എലഗന്റ് ലുക്ക് ഒക്കെ ഒരു ഭംഗി കൂടുതൽ. മാഡം ഇട്ടിരിക്കണതും ബ്ലാക്കിന്റെ ഓക്സിഡൈസ് ജ്വല്ലറി. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അത് ഏത് കാലത്തായാലും ഈ ഒരു ബ്ലാക്ക് സിൽവർ ഒക്കെ ട്രെൻഡ് തന്നെയാണ്. അത് എങ്ങനെ ചെയ്താലും ആ ഒരു ട്രെൻഡ് മൂവിങ് എപ്പോഴും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ സെറ്റ് സാരിയിലാണ്. ഇതെല്ലാം സെറ്റ് സാരിയിലാണ്. ഇത് ത്രെഡ് വർക്ക് വരുന്നതാണ്. കസവും ഉണ്ട്, സിൽവർ കസവും എല്ലാത്തിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ വരുന്ന ടിഷ്യൂല് വരുന്ന സെറ്റ് സാരിയാണ്. ഇത് ത്രെഡ് വർക്കാണ് വരുന്നത്, പെയിന്റിംഗ് അല്ല. ഇത് ഫുൾ എംബ്രോയിഡറിയുടെ ത്രെഡ് വർക്ക്, അത് ഗോൾഡ്, സിൽവർ, പിന്നെ കളറിന്റെ ത്രെഡ് വർക്ക് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ടിഷ്യൂലാണ്. ഇതേ സെയിം നമുക്ക് കോട്ടണിൽ വേണമെന്ന് പറയുകയാണെങ്കിൽ അതും ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒരു ട്രെൻഡി കളക്ഷൻസ് കുറച്ച് സെലക്റ്റഡ് പീസാണ് കാശ്. പക്ഷേ ഇത് കൂടാണ്ട് ഗോഡൗണും ഉണ്ട് അപ്പുറത്ത്. ഇവിടെ സ്റ്റോക്കുകൾ കുറേ വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ എടുക്കാനായിട്ടുള്ള കളക്ഷൻസ് ഇവിടെ വേണ്ടത് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ആ ഒരു പൊസിഷനിൽ മടക്കിയില്ലെങ്കിലില്ലേ. പിന്നെ ഇതൊക്കെ ടിഷ്യൂ കോട്ടൺ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണല്ലോ ഈ ഒരു കസവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ പിന്നെ നോർമലായിട്ടുള്ള കസവിൽ നമുക്ക് വീതി കൂടിയതും കുറവ് വേണമെന്ന് പറയാം, അതും ഉണ്ട് കേട്ടോ. അത് സെയിം കണ്ടോ തിക്നെസ്സോട് കൂടിയിട്ട്. അത് എത്ര ഇഞ്ച് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും? 1/2 ഇഞ്ച് മുതൽ 5 ഇഞ്ച് വരെ ഉണ്ട് ഈ കാണുന്നതിൽ കേട്ടോ. അതിൽ കസവ് ഏറ്റവും വലിയ കസവാണോ ഇത്? ഇതാണ് ഏറ്റവും വലിയ കസവ് അല്ലേ? ഇതിപ്പം 5 ഇഞ്ചിന്റെ വരും അല്ലേ? 5 ഇഞ്ചിന്റെ കസവാണ്. 5 ഇഞ്ചിന്റെ കസവ്. അത് സെറ്റ് മുണ്ടിലാണ്. സെറ്റ് സാരി എന്ന് പറയുകയാണെങ്കിൽ അതിലും അവൈലബിൾ ആണ്. അപ്പോൾ 1/2 ഇഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ കസവ്. 1/2 ഇഞ്ചിൻ്റെത്, 1 ഇഞ്ചിന്റെ, 2 ഇഞ്ചിന്റെ, 3 ഇഞ്ചിന്റെ, 4 ഇഞ്ചിന്റെ, 5 ഇഞ്ചിന്റെ, 5 ഇഞ്ച് വരെ അത്രയാണ് വരുന്നത്. അപ്പൊ നോർമൽ ചിലർക്ക് ഇങ്ങനെ വലിയ ആർഭാടം ഇഷ്ടമില്ല, സിമ്പിൾ അതന്നെ വേണം അങ്ങനെ. ഇത് ഫുൾ മറ്റേ ഒരു മ്യൂറൽ വർക്കിന്റെ ടിഷ്യൂല് വരുന്നതാണ്. കൃഷ്ണന്റെ പ്രിന്റ് വരുന്നത്. അപ്പൊ ശരിക്കുള്ള ലുക്ക് ഇങ്ങനെയായിരിക്കും കേട്ടോ. മുന്താണി പോർഷൻ കൃഷ്ണന്റെ പ്രിന്റ് വരുന്നത്. അത് ഫുൾ ഓവറോൾ ഉണ്ട് കേട്ടോ. അടിയിലും മുകളിലും 2 സൈഡിലും ഉണ്ട്. അതും ആ ബോർഡറിൽ വരെയാണ് ആ ഒരു പ്രിന്റ് പോയിരിക്കുന്നത്. ഈ ഒരു സൈഡ് ബോർഡറിൽ വന്നിട്ടുണ്ട്. ആ കസവിൽ തന്നെ പ്രിന്റ് വന്നിട്ടുണ്ട്. കസവിൽ തന്നെ നമുക്ക് ആ ഒരു പ്രിന്റ് വന്നത്. നോർമലി എന്ന് പറയുമ്പോൾ ഇവിടെ മാത്രം പ്രിന്റ് വരും. ബോഡി പാർട്ടില് കുറച്ച് ഇങ്ങനെ കസവിന്ന് കുറച്ച് മാറിയിട്ടായിരിക്കും ഇതില് കസവില് തന്നെ പ്രിന്റ് വരുന്നത്. കസവിലും ഉണ്ട്, ഇവിടെയുണ്ട്. അങ്ങനെ മൊത്തത്തില് കൃഷ്ണൻ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. കുറച്ച് വെറൈറ്റി ആണ് കേട്ടോ. അപ്പൊ പ്രിന്റുകൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അങ്ങനെയും ചെയ്യാൻ പറ്റൂട്ടോ. ഞാനത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷെ കുറച്ച് ടൈം വേണം ചെയ്യിപ്പിക്കാനായിട്ട്. ഓണത്തിന്റെ തലേസം വന്നിട്ട് എനിക്കിത് ചെയ്ത് തരാൻ പറ്റില്ല. പിന്നെ ഓണം മാത്രമല്ല, കേരള ട്രഡീഷണൽ ആയിട്ടുള്ള എന്തൊരു ഫംഗ്ഷൻ ആയിട്ട്, ഇപ്പൊ ഓണം എന്നാണ് സാധാരണ നമുക്ക് ഓണം മാത്രല്ല, ഇപ്പം വീട് പാല് കാച്ച്, എന്തെങ്കിലും പൂജകള്, അങ്ങനെയൊക്കെ അതിനൊക്കെ നമ്മൾ പിന്നെ കുട്ടികളുടെ ചോറൂണ് അങ്ങനെ കോമ്പിനേഷൻ ആയിട്ട് എടുക്കും. കുഞ്ഞുങ്ങളുടെ അതേപോലെ അമ്മയ്ക്കും അച്ഛനും സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവർക്കും അങ്ങനെയൊക്കെ കോമ്പിനേഷൻസിൽ കസവിൻ്റെത് വരുവാണെങ്കിൽ നമ്മൾ കടയിൽ അങ്ങനെ ഷോപ്പിംഗ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ സമയത്ത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാറുണ്ട്. എന്തെങ്കിലും മ്യൂറൽ വർക്ക് ചെയ്യണമെങ്കിലോ സാരിയിലോ ഷർട്ടിലോ ഈ കുഞ്ഞുങ്ങളുടെ ഉടുപ്പിലോ അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്, ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരു ഫംഗ്ഷൻ വരുമ്പോൾ അതിന് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കോസ്റ്റ്യൂം ഔട്ട്ഫിറ്റ് ഒക്കെ നിങ്ങളെ. അതുപോലെ ഇപ്പം ഹിന്ദു ബ്രൈഡ്സിന്റെ സേവ് ദ ഡേറ്റിന് നമുക്ക് ധാവണീസ് പോവാറുണ്ട്. അതുപോലെ ഈ പുടവ കൊടുക്കലിന് അങ്ങനെയൊക്കെ നമുക്ക് ഈ കസവിന്റെ സാധനങ്ങൾ അങ്ങനെയും പോവാറുണ്ട്. അല്ലാണ്ട് നമ്മൾ ഓണം വിഷു മാത്രമായിട്ട്. അതാ ഞാൻ പറഞ്ഞു, ഓണം വിഷു നമ്മുടെ മൈൻഡിൽ എന്താ, ഓണം വിഷു വരുമ്പോൾ മാത്രം കസവ് അങ്ങനെയല്ല. സാധാരണ ഹിന്ദുസിനൊക്കെ അവർക്ക് ഒരു ചടങ്ങ് എന്നൊക്കെ പറയുമ്പോൾ ഈ കസവാണ് കൂടുതൽ. പാലുകാച്ചിനാണ് മെയിൻ ആയിട്ടും നമ്മൾ കുറഞ്ഞതാണേലും കുറഞ്ഞ മുതൽ നമ്മൾ മുണ്ടിന്റെ സെക്ഷനിലോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. മുണ്ടിന് ഏത് റേറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും ഡീറ്റെയിൽ ആയിട്ട്. എന്നുവെച്ചാൽ ഒരു കല്യാണ പെണ്ണാണെങ്കിൽ അവർക്ക് വരെ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഹിന്ദു ബ്രൈഡ്സിന് തന്നെയല്ല, ഇപ്പം സേവ് ദ ഡേറ്റിന് നമ്മൾ കസവ് ചൂസ് ചെയ്യുന്നവരുണ്ട്. ധാവണി, പാവാട, ബ്ലൗസ് അതിലൊക്കെ കസവിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. അത് ഹിന്ദു ബ്രൈഡൊന്നും ഇല്ല, ക്രിസ്ത്യൻ ബ്രൈഡൊന്നും ഇല്ല, നമുക്ക് ചെയ്യാം. അത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഉണ്ട്. ഇത് നല്ലൊരു വെറൈറ്റി, കസവല്ല, ഇത് കട്ടിക്കരയിൽ വരുന്നതാണ്. അതിന്റെ മുന്താണിയുടെ പോഷൻ വരുമ്പോ ഇതിങ്ങനെയാണ് വരുന്നത്. ഇതാണ് ശരിക്കും മുന്താണിയുടെ പോഷൻ വരുന്നത്. അപ്പൊ കസവൊന്നും ഇല്ല, കര മാത്രമാണ്. അത് ഈ തേപ്പ് കര എന്ന് പറയും. എന്ന് വെച്ചാൽ ഇതിനോട് ചേർന്നിരിക്കണ കര തന്നെയാണ് ചേർന്നിരിക്കുന്നത്. അതും നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. കൃഷ്ണന്റെ പ്രിന്റ് തന്നെയാണ് വരുന്നത്. അത് കസവൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ ഇതിൽ തന്നെ കളർ ചൂസ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഉണ്ട് കേട്ടോ. ഇതിപ്പോ കട്ടിക്കര ഒരു ടെമ്പിൾ വർക്കും ഒരു ടെമ്പിളിന്റെ പോലെയാണ് ഒരു ഇത് വരുന്നത്. ഇതൊന്ന് നോക്കിയ ചെറിയൊരു ടെമ്പിളുടെ വർക്കും കൂടി ഉണ്ട് കേട്ടോ, ചെറുതായിട്ട്. അപ്പൊ ടെമ്പിളുടെ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അടുത്ത് നോക്കാം. കസ്റ്റമേഴ്സിന്റെ ബഹളമാണ്, അതുകൊണ്ടാണ് കേട്ടോ സൗണ്ട്. അപ്പോൾ അടുത്ത് നോക്കാം. ഇതൊരു ഹാൻഡ് പെയിന്റിംഗ് ആണ്. ഇതിന്റെ മുന്താണിയിൽ കൃഷ്ണന്റെ ഒരു വെണ്ണക്കുടം പിടിച്ചിരിക്കുന്ന ഒരു കൃഷ്ണനാണ്. വെണ്ണക്കുടം ഉള്ള കൃഷ്ണന്റെ ഇത് ഒരെണ്ണം മതി ഹൈലൈറ്റ് അല്ലേ, വേറെ ഒന്നും വേണ്ട. കണ്ടോ, അതും ഹാൻഡ് വർക്ക് ചെയ്തിട്ട്, അത് പെൻസിൽ വർക്കാണ്. അത് കൂടുതൽ പെയിന്റ് ചെയ്തിട്ടുള്ള വർക്ക് അല്ല, ഹാൻഡ് പെയിന്റ് ആണ്. ഹാൻഡ് പെയിന്റ്. പിന്നെ അതുപോലെ ഈ ഒരു ഇത് നമുക്ക് ത്രൂ ഔട്ട് താഴെ ഉണ്ട്. ഓക്കെ, മൊത്തത്തിലുണ്ട് അല്ലേ? മൊത്തത്തിലുണ്ട്, ചെറുതായിട്ട്. അപ്പൊ ഓവറോൾ ഇതാണ് മെയിൻ ഹൈലൈറ്റ് വരുന്നത് കേട്ടോ. അതും പക്ക ഹാൻഡ് പെയിന്റ് ആണ് ചെയ്തിരിക്കുന്നത്, വരച്ചെടുത്തേക്കുന്ന. കണ്ടോ, നല്ല രസമുണ്ട് അല്ലേ? അതും ആ കളർ കോമ്പിനേഷൻ ചുവപ്പല്ല, പച്ചയല്ല, നീലയല്ല, ഒരു വെറൈറ്റി കളർ, കോഫി ബ്രൗൺ പോലത്തെ. അതെ, കോഫി ബ്രൗൺ കളറിലാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഇതും ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊന്ന് വിളിച്ച് ചോദിച്ചാൽ മതി, റേറ്റ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ റീറ്റെയിലാണ്. ഇനിയിപ്പോൾ റീറ്റെയിൽ ആയതുകൊണ്ട് നിങ്ങൾ എന്താ റേറ്റ് പറയാത്ത, അങ്ങനെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിലല്ല നിങ്ങൾക്ക് റേറ്റ് അറിയണ്ട. അപ്പോൾ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊരു വെറൈറ്റി പീസാണ് നമുക്ക് സാരീസിൽ. ഇത് റോസ് സിൽക്കിന്റെ, റോസ് ഗോൾഡിന്റെ ഒരു കസവിൽ വരുന്ന, റോസ് ഗോൾഡിൽ ഈ ഒരു പോർഷനാണ് നമുക്ക് സിമ്പിൾ വർക്കാണ് വരുന്നത്. പീലി വർക്കാണ്, സിമ്പിൾ വർക്കാണ്. ഇത് റോസ് ഗോൾഡിന്റെ ഈ രണ്ട് സൈഡ് മാത്രമേ ഉള്ളൂ അല്ലേ? പിന്നെ ഓവറോൾ നമുക്ക് ആ ഒരു പിങ്ക് ജെറിയും കോപ്പറും കൂടി മിക്സ് ആയിട്ട് അങ്ങനെ ഒരു വരുന്ന ഓവറോൾ ഈ ഒരു സെയിം വർക്ക് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, ഇടവിട്ട് വരുന്നുണ്ട്, താഴെ മാത്രമായിട്ട്. അതെ, അത് ഫ്ലീറ്റ് വരുമ്പോൾ കറക്റ്റായിട്ട് അത് കറക്റ്റായിട്ട് നിന്നോളൂ കേട്ടോ. അത് രണ്ട് സൈഡായിട്ട് അങ്ങനെ. അതിൽ പിങ്ക് ആൻഡ് കോപ്പറിൻ്റെ ജെറി വർക്കിൽ കേട്ടോ. സെറ്റ് സാരി, അതും കോട്ടൻ്റെ. മടക്കിക്കോ. അപ്പൊ ഇനി കുറച്ച് സെറ്റ് മുണ്ട് കാണാം. സെറ്റ് മുണ്ട്, ഇത് ഫുൾ സെറ്റ് മുണ്ടിന്റെ കളക്ഷൻസ് വരുന്നത്. ഇത് മൊത്തം സെറ്റ് മുണ്ടാണ്. പിന്നെ നമുക്ക് ഹാൻഡ്ലൂം കളക്ഷൻസും വരുന്നുണ്ട്. ഓക്കെ, സെറ്റ് സാരിയിൽ ഹാൻഡ്ലൂം കളക്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹാൻഡ്ലൂം കാണിച്ചിട്ട് നമുക്ക് സെറ്റ് മുണ്ട്. ശരി, നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഓരോന്നോരോന്ന് കളക്ഷൻസ്. അപ്പോൾ സെറ്റ് ഹാൻഡ്ലൂം ആകുമ്പോൾ കുറച്ച് റേറ്റ് കൂടും, അത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഹാൻഡ്ലൂം നമ്മൾ ബാലരാമപുരം ഹാൻഡ്ലൂം ചെയ്യുന്നുണ്ട്, കുത്താമ്പള്ളി ഹാൻഡ്ലൂം ചെയ്യുന്നുണ്ട്, പിന്നെ പെരുവമ്പ് സൊസൈറ്റിയുടെ ഹാൻഡ്ലൂമാണ് അതും നമ്മൾ ചെയ്യുന്നത് അല്ലേ? ഇത് ലൈനിൽ അല്ലേ? ഇത് ഇപ്പോൾ മുന്താണി പോർഷനിൽ ഒരു ലൈൻസ് വരും, താഴെ പോർഷനിൽ ഒരു ടെമ്പിൾ വർക്കിന്റെ ഒരു ഡിസൈൻ. സിമ്പിൾ ഡിസൈൻ ആണ്, പക്ഷെ ഒരു എലഗന്റ് ലുക്ക് ആയിരിക്കും. ഇതിങ്ങനെ പിടിച്ച്, ഇതാണ് ശരിക്കും മുന്താണിയുടെ പോർഷൻ വരുന്നത്. സിമ്പിളാണ്. ഇതിൽ ചെറുതായിട്ടൊരു ടെമ്പിളുടെ ഡിസൈനും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ശരിക്കും എടുത്ത് നോക്കിയാൽ അറിയുള്ളൂ, ചെറുതായിട്ടൊരു. ഇനി ഈ ടെമ്പിളുടെ ഡിസൈൻ തന്നെ നമുക്ക് ബോഡി പോർഷനിൽ ഫുള്ളായിട്ട്, അപ്പോഴാണ് ശരിക്കും എടുത്ത് കാണിക്കാനുള്ളത്. കണ്ടോ, ഒരു ടെമ്പിളുടെ, സാധാരണ ടെമ്പിൾ എന്ന് പറയുമ്പോൾ ഇവിടെ വീതി കൂടിയിട്ട് അങ്ങനെ ചെറിയ ടെമ്പിളാണ് വരുന്നത്. നീളത്തിലുണ്ട്, വീതിയിൽ കുറവാണ്, പക്ഷെ ഫുൾ ടെമ്പിളുടെ കേട്ടോ. ഹാൻഡ്ലൂമിലാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഹാൻഡ്ലൂമിൻ്റെ കുറച്ച് വെറൈറ്റീസ്. ഇതാകുമ്പോൾ കളറും കസവും കൂടിയിട്ടായിട്ട് വരുന്നത് കുറേ വെറൈറ്റീസ് ഉണ്ട്. ഓരോന്നോരോന്ന് നമുക്കിങ്ങനെ എടുത്ത് നോക്കാം കേട്ടോ. ഇത് നോക്കാം, ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട്. ചെക്കാണ് അല്ലേ? ഒരു ബോക്സ് പ്രിന്റ് പോലത്തെ ഒരു കുറച്ച് വലിയ ചെക്കാണ്. അതിലൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട്, അത് ഷെയ്ഡും കസവും കൂടെ മിക്സ് ആയിട്ട് വരുന്നത്. അത് മുന്താണി വരുമ്പോൾ മുന്താണിയിൽ കുറച്ച് ആ ചെക്ക് തന്നെ കുറച്ചൊരു കസവിനോട് ചേർന്ന ഒരു ലൈൻസും കൂടെ വരുന്നുണ്ട്. ആ ഒരു
ബ്രൗൺ ഷെയ്ഡ് ലൈൻസും കൂടെ വരുന്നുണ്ട്. വിത്ത് ടെസൽസ് അടക്കമാണ് കേട്ടോ വരുന്നത്. അതേപോലെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഫുൾ ചെക്കിൻ്റെ പാറ്റേൺ തന്നെയാണ് കേട്ടോ നമുക്ക് മുന്താണി ആയാലും ബോഡിയിലായാലും ഫുൾ ഓവറോൾ. പക്ഷേ ഇത് ഹാൻഡ്ലൂമാണ്, ആ ഒരു കാര്യം എടുത്ത് പറയുകയാണ് കേട്ടോ. ഹാൻഡ്ലൂമിൽ വരുന്ന കളക്ഷൻ. അപ്പോൾ നല്ല നല്ല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇത് കസവും കളറും കൂടെ മിക്സ് ആയിട്ടുള്ളത്. ഇത് ഹാൻഡ്ലൂം ആണെന്നുള്ളതിൻ്റെ തെളിവാണല്ലോ ആ ചുട്ടി വരുന്നത്. അതെ അതെ. ഇതിൻ്റെ ബോഡിയിൽ കുറച്ചിങ്ങനെ ലൈൻസ് വരും, ഈ ഒരു മൾട്ടി കളർ പോലത്തെ. ഇത് ബ്ലൗസ് അല്ലേ? ഇത് ആക്ച്വലി ഇത് നമ്മൾ ഉടുക്കുമ്പം നമ്മൾ പ്ലീറ്റ് ഇടുന്നിടത്ത് ഈ ഒരു പിങ്ക് ഷെയ്ഡ് വരും. മുന്താണി ഭാഗത്ത് ഇങ്ങനെ ഈ ഒരു പോർഷൻ വരും. അങ്ങനെ ഒരു മൾട്ടി ആയിട്ട് നടുക്കിലെ ഒരു കളറ്, പിന്നെ ബാക്കി ഓവറോൾ നമുക്ക് കോട്ടന്റെ കളറ് വരുന്നത്. അതുപോലെ ഇത് വരുമ്പോൾ നമുക്ക് മുന്താണിയുടെ ആ ഒരു പോർഷൻ, നമ്മുടെ ചെസ്റ്റിന്റെ പോർഷൻ വരുന്ന പോർഷനാണ് ഈ ഒരു പോർഷൻ വരുന്നത്. മൾട്ടി ആയിട്ട് വരുന്ന ഒരു ഫുൾ ഉടുത്ത് കഴിയുമ്പോൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടിരിക്കും. കസവ് സാരി ആണേലും കുറച്ച് വെറൈറ്റി ആയിട്ടിരിക്കും. കേരള ട്രഡീഷണൽ ആണെന്ന് അങ്ങനെ ഫീലും ചെയ്യില്ല നമുക്ക്. പക്ഷെ ആ ഒരു ചെറിയ ടച്ച് അതിൽ വന്നിട്ടുണ്ട്. അതും ഹാൻഡ്ലൂം ആണ് കേട്ടോ വരുന്നത്. ഇതിന് കളേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ? കളർ ഓപ്ഷൻ ഈ ഹാൻഡ്ലൂമിൻ്റെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് സമയം എടുത്ത് തന്നാൽ മതി. നമുക്കിപ്പം അവർ ഡിസൈനായിട്ട് വന്നു കഴിഞ്ഞാലും നമ്മൾ സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് കുറച്ച് ടൈം പീരീഡ് വേണം. പെട്ടെന്ന് പോയി ചെയ്തെടുക്കാൻ പറ്റില്ല. കുറച്ച് ടൈം തന്നു കഴിഞ്ഞാൽ നമുക്കത് അവർ പറയുന്ന ഡിസൈനിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു നേവി ബ്ലൂ, ഒരു ബ്ലൂ ഷെയ്ഡ്, ബ്ലൂവും എന്ത് മസ്റ്റർഡ് യെല്ലോ ആ ഒരു ഷെയ്ഡ്. ചന്ദന കളർ. കോട്ടൺ ആണ്, കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ്, അധികം വെയിറ്റ് ഇല്ല. അതെ, ഹാൻഡ്ലൂമിൽ പൊതുവെ കസവ് കൂടുമ്പോഴാണ് വെയിറ്റ് വരുന്നത്. ഇത് പിന്നെ അധികം കസവ് ഇല്ലാത്തത് കൊണ്ട് ലൈറ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെമ്പിൾ വർക്കാണ് വരുന്നത്. അതാണ് മുന്താണി വരുന്നത്. പിന്നെ ഓവറോൾ ബോഡിയിൽ വരുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ബോർഡറിൽ വരുന്നത് കരയാണ്, കസവല്ല കരയാ വരുന്നത്. ഓവറോൾ ഇത് തന്നെയാണ് അല്ലേ എല്ലായിടത്തും വരുന്നത്. കണ്ടോ, അത് ആ ഫ്ലീറ്റ് ഒക്കെ കൊടുത്ത് വരുമ്പോൾ കറക്റ്റ് ആവും. ആ ലൈനൊക്കെ കറക്റ്റ് എടുത്ത് കാണിക്കും. ഇപ്പം ഇതൊരു വെറൈറ്റി ആയി. പച്ച എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളറല്ലേ? പച്ച നമ്മൾ കസവിൽ ഈ കസവും പച്ചയും എപ്പോഴും ഒരു ട്രെൻഡാണത്. ലൈൻസിലാണ് ഇത് വരുന്നത്. ബോഡിയിൽ ഈ ബോർഡർ പാർട്ടിൽ വരുമ്പോൾ ചെക്കായിട്ടും വരുന്നുണ്ട്. ബോഡി സ്ട്രൈപ്സ് ആണ്. മുന്താണിയാണ് ഈ കാണുന്നത് അല്ലേ? മുന്താണിയാണ്. ബോഡിയിൽ ഓവറോൾ ഫുൾ ഇങ്ങനെ ലൈൻസ് വരും. അതുപോലെ ഇത്ര വീതിയിലാണ് ബോർഡർ വന്നിരിക്കുന്നത് കേട്ടോ, ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള ലുക്ക് ഉള്ളിലത്തെ കാണുകയാണെങ്കിൽ ഇതാണ് വരുന്നത്. അപ്പോൾ ഗ്രീൻ ഉള്ളത് നമുക്ക് മെറൂൺ, ഇതൊക്കെ കേരള ട്രഡീഷണൽ ആയിട്ടുള്ള കളേഴ്സാണ് വരുന്നത്. കണ്ടോ, ഇങ്ങനെ തുറന്ന് നിവർത്തി കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. ഇത് ശരിക്കും ഇത് ഈ ഒരു പോർഷൻ നോക്കി കണ്ടോ, നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതൊക്കെ ഈ വള്ളയറൊക്കെ ആയിട്ട് കൊടുത്താലും നല്ലതായിരിക്കും, രസമായിരിക്കും. അത് പക്ക ഹാൻഡ്ലൂമിലാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഹാൻഡ്ലൂം ടച്ചിൽ വരുന്ന കളക്ഷൻ. ഇത് കറക്റ്റായിട്ടുള്ള ഒരു മടക്കണം, അതാണ്. ഇത് നമുക്ക് ടിഷ്യൂവും കോട്ടണും കൂടെ ഒരു മിക്സ് ആയിട്ട് വരുന്നതാണ്. ഓരോ ഇഴ അങ്ങനെയല്ലേ? ഇത് ഇപ്പം അല്ല, ഇത് ഫുൾ ടിഷ്യൂല് വരുന്നതാണ്. ഫുൾ ടിഷ്യൂല് വീവിങ് ചെയ്തിട്ടുള്ള ഹാൻഡ്ലൂമാണ്. ഫുൾ ടിഷ്യൂ ഹെവിയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു കനമുണ്ട്. അതുപോലെ കുറച്ച് ഹെവി പീസാണ്. ഇതാണ് ഈ ഒരു മുന്താണിയുടെ പോർഷൻ. ഫുൾ വീവിങ് ആണ് ഈ കാണുന്നത്. ഫുൾ വീവിങ് ആണ്. ഓവറോൾ ചെറിയ ചെറിയ ഫ്ലവേഴ്സിന്റെ ഒരു പ്രിന്റ് വരുന്നുണ്ട് ബോഡിയിൽ. ഇതിപ്പോ ഏത് ബ്ലൗസ് വേണമെങ്കിലും മിക്സ് വെച്ച് ചെയ്തെടുക്കാം. അപ്പൊ ബ്രൈഡിനും വേണമെങ്കിൽ, ബ്രൈഡിന്റെ അപ്പുറത്ത് ആർക്കെങ്കിലും നിൽക്കുകയാണെങ്കിൽ അവർക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാരി കൂടിയാണ് കേട്ടോ. നല്ല ഒരു വെറൈറ്റി. ബ്രൈഡിനും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ട്രഡീഷണൽ കസവ് സാരി. ഇതാണ് ശരിക്കും ഫസ്റ്റ് തൊട്ടുള്ളത് സെറ്റ് സാരി. ഒരു ചുട്ടി പോലെ വരും മറ്റേ ഇതില് മുന്താണിയില്. ഇത് ചുട്ടി എവിടെ പോയി? ഞാനിവിടെ അന്വേഷിക്കണേ. ചുട്ടി ഇതാണ് ശരിക്കും ഹാൻഡ്ലൂം എന്ന് പറയുമ്പോൾ പക്ക ചുട്ടിയുടെ ഒരു സാമ്പിൾ എന്ന് പറയുന്നത്. അത് ആ സാമ്പിൾ ഉണ്ടെങ്കിൽ, ആ ഒരു ചിഹ്നം ഉണ്ടെങ്കിലാണ് ഇത് പക്ക ഹാൻഡ്ലൂം ആണെന്നുള്ള ഫീൽ ചെയ്യുള്ളൂ. ഇനി ഇതാണ് ശരിക്കുള്ള ആദ്യമേ തൊട്ടിട്ടുള്ള നമ്മുടെ കസവ് സാരി.
ഇതിലാണ് പിന്നെ പ്രിന്റും ത്രെഡ് വർക്കും അങ്ങനെ വെറൈറ്റീസ് വന്ന് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത് ഹാൻഡ്ലൂമിലാണ് പക്ക കൈകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു തറിയിൽ ചെയ്തെടുത്തതാണ്. പിന്നെയാണ് ഈ പവർ ലൂം ഇതൊക്കെ വന്ന് പവർ ലൂമും അതിന്റെ പ്രിന്റുകളും എല്ലാം ഈ ഒരു സാരിയിൽ നിന്നാണ് തുടക്കം. അപ്പൊ ഇതാണ് സെറ്റ്. ഹാൻഡ്ലൂമിന്റെ കുറെ വെറൈറ്റീസ് ഉണ്ട്. നേരത്തെ നമ്മൾ ആ കണ്ട പച്ചയുടെ തന്നെ വേറൊരു ഡിഫറെന്റ് കളർ, ഒരു ബ്രിക്കിന്റെ കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതാ നേരത്തെ കണ്ടതിന്റെ ഒരു ഡിഫറെന്റ് കളർ ഷെയ്ഡാണ് കേട്ടോ അത് വരുന്നത് ഹാൻഡ്ലൂമിൽ. ഇതും ഹാൻഡ്ലൂമിൽ വരുന്ന കോട്ടൺ, ലൈറ്റ് വെയിറ്റ് കോട്ടണിൽ വരുന്നതാണ്. ലൈറ്റ് വെയിറ്റിൽ അതിൽ കസവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള വെയിറ്റ് കുറയും അതിന്. അപ്പോൾ ഇതാണ് നമുക്ക് മുന്താണിയുടെ പോർഷൻ വരുന്നത്. പിന്നെ അതുപോലെ ഓവറോൾ നോക്കുകയാണെങ്കിൽ പ്ലെയിൻ ആണ് കേട്ടോ, ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ലൈൻ ആയിട്ടുള്ളത് ഒരു ഡബിൾ ഷെയ്ഡിൽ ഇങ്ങനെ ഈ ഒരു ചെറിയ ബുട്ട പോലത്തെ ചെറിയ ബോഡിയിൽ വരും. അത് ഫുൾ വീവിങ് ആട്ടോ, ഇതൊന്നും പ്രിന്റ് അല്ല, പക്ക വീവിങ്ങിലാണ് വരുന്നത്. ഇനി നമുക്ക് കുറച്ച് സെറ്റ് മുണ്ട് കാണാം. സെറ്റ് മുണ്ടിലും അജ്രക്കിന്റെ പാച്ച് വർക്ക് ഉണ്ട് അല്ലേ? പാച്ച് വർക്ക് ഉണ്ട്. അതിലും ഫുൾ കസവും അതുപോലെ പാച്ച്. ഇതിപ്പോ കോട്ടൺ അല്ലേ കാണിക്കുന്നത്? കോട്ടണില് ഇത് അജ്രക്കിന്റെ പ്രിന്റ് വരുന്നതാണ്. കസവും അജ്രക്കും കൂടെ വരുന്നതാണ്. വിത്ത് ബ്ലൗസും ഉണ്ട്. വിത്ത് ബ്ലൗസ് സെയിം ആ ഒരു പാച്ച് വർക്കിന്റെ ബ്ലൗസ്. അപ്പൊ ഇതിന്റെ കളേഴ്സ് നമുക്ക് വേറെ കിട്ടും കേട്ടോ. ഇപ്പൊ റെഡ്, മെറൂൺ, ബ്ലൂ, ബ്ലാക്ക് അങ്ങനെ കുറെ ഷെയ്ഡ്സ് ഉണ്ട്. അതുപോലെ നമുക്ക് ലൈൻസിൽ അത് കസവിലുണ്ട്, സിൽവർ കസവിലുണ്ട്, റോസ് സിൽക്കിലുണ്ട്. ഇതിപ്പോ നോർമൽ കസവില് വേറെ പ്രിന്റോ ഇത് വർക്കോ ഒന്നും ഇല്ല, സിമ്പിൾ ആയിട്ടുള്ളത്. ഇത് കസവിലാണെങ്കിൽ ഇത് റോസ് ഗോൾഡില്, അപ്പോൾ റോസ് സിൽക്ക് ആ ഒരു ഇതിൽ വരുന്നുണ്ട്, കോപ്പറിന്റെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് വേണ്ട നമുക്ക് ബ്ലാക്ക് സിൽവർ കോമ്പിനേഷൻ വിത്ത് ടെസൽസ് വേണമെന്ന് വെച്ചാൽ അതുണ്ട്. ഇതിനൊക്കെ സെപ്പറേറ്റ് ബ്ലൗസ് ഉണ്ടാവില്ല അല്ലേ? ഇത് റണ്ണിങ് മെറ്റീരിയൽസിന്റെ കടയിലേക്ക് പോകേണ്ടി വരും. പിന്നെ വരുന്ന ഇത് ടിഷ്യൂല് വരുന്നതാണ്. കസവും ഒരു കളർ ഷെയ്ഡ് ഒരു ബോർഡറും കൂടെ ആയിട്ട് അങ്ങനെ ഒരു ടിഷ്യൂല് തന്നെ വരുന്നതാണ്. ടിഷ്യൂലാണ് ടെസൽസ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതും പവർലൂം ഹാൻഡ്ലൂം രണ്ടും ഉണ്ട്. അപ്പം ഒന്ന് വന്നു കഴിഞ്ഞാൽ നോക്കിയെടുക്കാം. പിന്നെ വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഇല്ലേ? ഉണ്ട്. നമ്മുടെ നമ്പറിൽ വീഡിയോ കോൾ വിളിച്ചാൽ നമ്മൾ കാണിച്ചു കൊടുക്കും. ഇൻസ്റ്റാ പേജ് ഉണ്ട്. ഇൻസ്റ്റാ പേജിൽ സെയിം തന്നെ എന്റെ മുണ്ടുകട എന്നുള്ള പേജ് തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇത് ടൈ ആൻഡ് ഡൈ ആണ്, ടിഷ്യൂല് വരുന്ന ടൈ ആൻഡ് ഡൈ ആണ്. ഇപ്പോഴത്തെ ട്രെൻഡ് ആണ് കേട്ടോ. ഇതും കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് സെറ്റ് മുണ്ട്, സെറ്റ് സാരി, ധാവണിയും ധോത്തീസ് അങ്ങനെ എല്ലാത്തിലും വരുന്നുണ്ട്. ഇത് മ്യൂറൽ വർക്ക് ആണ്. മ്യൂറൽ വർക്ക് കുറച്ച് നാളായിട്ടുള്ള ഒരു ട്രെൻഡ് ആണ്. അതിൽ ഇതിപ്പോ കോപ്പർ ഷെയ്ഡിലാണ് വരുന്നത്. ഇത് എപ്പോഴും എൻക്വയറി ഉള്ള ഒരു സാധനമാണ്. ഏത് സമയത്തും മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഈ ഒരു മ്യൂറലില്. ഇത് അടിപോർഷൻ വരുന്നത്, ഇത് വരുന്നത് നമുക്ക് മുകളിലത്തെ പോർഷൻ ആയിരിക്കും അല്ലേ വരുന്നത്, ഫുൾ ആ ധാവണിയുടെ ഭാഗം അങ്ങനെ. പിന്നെ വരുന്നത് ഇതൊരു തെയ്യം, ഇത് പ്രിന്റ് അല്ല, ഇത് ത്രെഡ് വർക്കാണ്. തെയ്യത്തിന്റെ തന്നെ ത്രെഡ് വർക്കാണ്. അത് പറഞ്ഞാലും അറിയുള്ളൂട്ടാത്ത ത്രെഡ് വർക്ക് ആണെന്നുള്ളത്. എന്തായാലും ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. നേരത്തെ നമ്മൾ പ്രിന്റിലാണ് കണ്ടിരിക്കുന്നത്. ഇത് ആകുമ്പോൾ ഫുൾ നമുക്ക് ത്രെഡ് വർക്കാണ് കേട്ടോ വരുന്നത്. ടിഷ്യൂല് തെയ്യം ത്രെഡ് വർക്ക് വരുന്നത്. അപ്പോൾ ബ്ലൗസ് മാച്ചിങ് ആയിട്ട് എങ്ങനെ വേണമെങ്കിലും മിക്സ് വെച്ചാൽ ഇത് ഇതിലുണ്ടാവില്ല. ഇതിന്റെ അടി പോർഷനിൽ വരുന്നുണ്ട് കേട്ടോ. സെയിം ആ ഒരു ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെറ്റ് മുണ്ടില് ഇത് കോപ്പർ കരയില്, ഇത് പ്രിന്റ് അല്ല, ഇതൊരു തരം വീവിംഗ് ആണ്. ത്രെഡ് ആണ് ഈ കസവിന്റെ കരയുടെ ഭാഗത്ത് വരുന്നത്. ഇത് ഫുൾ വീവിങ്ങിന്റെ പോർഷൻ. അതുപോലെ അപ്പുറത്ത് ഇപ്പുറത്ത് നമുക്ക് കോപ്പറിന്റെ വർക്കാണ് വരുന്നത്. അത് കോപ്പറോ ഗോൾഡോ അങ്ങനെ എങ്ങനെ വേണേലും. അത് നമുക്ക് ഈ കോപ്പർ തന്നെയല്ല, കസവിലും ഉണ്ട് കേട്ടോ. കസവില് പിന്നെ ഇത് വരുന്നത് നമുക്ക് കരയില്ല, കസവും ഇല്ല, ഈ ഒരു പ്രിന്റ് ആണ് വരുന്നത്. ഇത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. അപ്പോൾ കസവില്ല കാര്യമില്ല, പക്ഷേ ഈ ഒരു പ്രിന്റ് നമുക്ക് ബോർഡർ ആയിട്ട് അങ്ങനെ ഒരു ഫീലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബോർഡർ പോർഷനിൽ ഫുൾ പ്രിന്റ് ആണ് വരുന്നത്, സെപ്പറേറ്റ് ആയിട്ട് വരുന്നില്ല. കണ്ടോ, ഇങ്ങനെ വരും വെറൈറ്റി. അപ്പോൾ അതിന്റെ കളേഴ്സ് ഉണ്ടാവും. അതിന്റെ കളേഴ്സ് ഉണ്ട്. ഇത് കോട്ടണില് മറ്റേ ആ മ്യൂറൽ വർക്ക് വരുന്നതാണ്. ഇത് എപ്പോഴും കാലാകാലം ട്രെൻഡാണ്. ഒരു കാലത്തും ഇത് അങ്ങനെ പോവാത്ത ഒരു ട്രെൻഡി കളറാണ് വരുന്നത് പ്രിന്റില്. മില്ലിന്ന് ഇങ്ങനെ ഇപ്പോൾ എടുക്കണ ഒരു ഫ്രഷ് പീസ് കേട്ടോ. ഈ ഒരു ഡിസൈൻ കണ്ടോ, ഇത് എപ്പോഴും കാലാകാലം ഉള്ള ഒരു ട്രെൻഡാണ്. പണ്ടേ തൊട്ടുള്ളതാണ്, ഇപ്പോഴും ഉണ്ട്. ഇത് ഇപ്പോഴും ട്രെൻഡി ആണ്. അത് സെറ്റ് മുണ്ടിൽ കേട്ടോ. ഇത് നമുക്ക് വേഷ്ടി എന്ന് പറഞ്ഞിട്ട് കുറച്ച് പ്രായമുള്ളവർക്കും നമുക്ക് വീട്ടിലൊക്കെ കൊടുക്കാനും, അല്ലെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആണ് അതിൻ്റെ ഒരു മെറ്റീരിയൽ. കര വരുന്നത് തേപ്പ് കര പോലെയാണ്, എന്ന് വെച്ചാൽ അതിൽ തന്നെ ചേർന്ന് വരുന്ന കരയാണ്.
അപ്പൊ അമ്മമാർക്ക് അവർക്കൊക്കെ പ്രത്യേകിച്ച് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഭയങ്കര സോഫ്റ്റ് ആണ് അതിന്റെ മെറ്റീരിയൽ. വേഷ്ടിയിൽ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. എല്ലാം ഇങ്ങനെ ഈ ഒരു തേപ്പ് കരയിലാണ് വരുന്നത്. അതിന്റെ ഒത്തിരി വെറൈറ്റീസ് ഒക്കെ. പിന്നെ നമുക്ക് സാധാരണ നമ്മുടെ കര, പുളിയിലെ കര, അതിന്റെ പല രീതിയിലുള്ളതുണ്ട്. ഇതെല്ലാം വേഷ്ടിയിൽ വരുന്നതാണ് കേട്ടോ. ഈ സെറ്റ് മുണ്ടൊക്കെ ഇത് വേഷ്ടിയിലല്ലേ. ഇതാ അത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഒന്നുകൂടി ഇങ്ങനെ സോഫ്റ്റ് കൂടി ഇങ്ങനെ വരും കേട്ടോ. അപ്പൊ ഇത് സെറ്റും ഉണ്ടായി. ഇനി നമുക്ക് കുട്ടികളുടെ കളക്ഷൻ ഒന്നും കൂടെ ഇറങ്ങിയ ഒരു ഗ്യാപ്പ്. അപ്പൊ നോക്കുകയാണെങ്കിൽ കുട്ടികളുടെ ഉണ്ട്. ആദ്യം ഇവിടേക്ക് നോക്കാം. നമുക്ക് വലിയവർക്കുള്ള കുർത്തീസ് ഉണ്ട്. അത് സൈസ് നമുക്ക് സ്മോൾ മുതൽ XXL വരെ ഉണ്ട് സൈസസ് വരുന്നുണ്ട്. അപ്പൊ കുർത്തീസ് അവൈലബിൾ ആണ്. അതുപോലെ ഈ കാണുന്നത് ഇതെല്ലാം ധാവണീസ് ആണ്. ധാവണീസ് ഓക്കെ. പിന്നെ ഈ കാണുന്നത് കുട്ടികളുടെ ആണ്. നമുക്ക് ന്യൂ ബോൺ മുതൽ മേളിലോട്ട് ഉള്ളതുണ്ട്. സൈസ് ഉണ്ട്. ന്യൂ ബോൺ മുതൽ മറ്റേ കെട്ടുടുപ്പ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇതാണോ കെട്ടുടുപ്പ് മുതലുണ്ട്. ന്യൂ ബോൺസിന്റെ കെട്ടുടുപ്പാണ്. ന്യൂ ബോൺസിന്റെ കെട്ടുടുപ്പ്. അയ്യോ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഇതിൽ പല കളേഴ്സ് ഉണ്ട്. ഈ പൂ പല കളറിൽ വരും. അതെ, ഇതിന്റെ കളേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കട്ടെ. ഈ പൂവിന്റെ കളറുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇത് പല കളേഴ്സിൽ അവൈലബിൾ ആണ്. കെട്ടുടുപ്പ് കുഞ്ഞു കുട്ടികൾക്കുള്ളത്. പെൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. ആൺകുട്ടികൾക്കാണെങ്കിൽ അപ്പുറത്തെ സൈഡാണ് വരുന്നത്. അപ്പം ഇത് കൂടാണ്ട് നമുക്ക് കുട്ടികൾക്കുള്ളത് എന്ന് വെച്ചാൽ കസവിൽ പറ്റിയിട്ടുള്ള കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇങ്ങനത്തെ വേണോ, ഇത് കളറിൽ വേണോ, കണ്ടോ കളറിൽ വേണം, അങ്ങനെ വെറൈറ്റീസ്. ഇതൊന്നും എടുത്ത് കാണിക്കില്ല, പക്ഷെ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ പാവാടയും ബ്ലൗസും ഉണ്ട്. ബ്ലൗസ് ഉടുപ്പുകൾ ഇഷ്ടംമാതിരി ഉണ്ട്. നമ്മൾ കസവിൽ തന്നെ വരുന്ന ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ വെറൈറ്റീസ്. ഇതൊക്കെ നല്ല രസമുണ്ടല്ലോ കാണാൻ. കണ്ടോ എന്ത് രസമാണ് ഭംഗി. കുട്ടിയുടുപ്പ് കസവിലൊക്കെ ഇത്രയും വെറൈറ്റീസോ. നമ്മൾ സാധാരണ മറ്റേ കളറിൽ തന്നെ കൂടുതൽ കണ്ടിട്ടുള്ളൂ വെറൈറ്റീസ്. പക്ഷെ കസവിലും ഇത്രയും വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ. കണ്ട ഇതൊക്കെ പക്ക ഒരു കോട്ടന്റെ മെറ്റീരിയൽ ഹാൻഡ്ലൂമില്. നമുക്ക് ഇതിന്റെ സാരീസ് അങ്ങനത്തെ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇത്. അപ്പൊ ഇങ്ങനത്തെ കുറെ വെറൈറ്റീസ്. ഇത് കൂടാണ്ട് നമുക്ക് ഇവിടെ ഇരിക്കുന്ന ധാവണിയാണോ? അതെ, ധാവണിയുണ്ട്. പാവാട ബ്ലൗസ് ഉണ്ട്. ഇതൊന്ന് നമുക്ക് നോക്കിയാലോ. ഇതെന്തായാലും നിവർത്താണ്ട് പറ്റില്ല. അത്രയും ത്രെഡ് വർക്കാണ്. ഫുൾ ത്രെഡ് വർക്കാണ് വരുന്നത്. അതാ പറഞ്ഞ നിവർത്താണ്ട് പറ്റില്ല. ഇത്രയും അടിപൊളി ഒരു പാവാട ഫുൾ ത്രെഡ് വർക്കിലാണ് കേട്ടോ വരുന്നത്. സാധാരണ പ്രിന്റ് ബുട്ട ഉള്ള ബ്ലൗസ് ആണ്. നല്ല അടിപൊളി ഒരു ത്രെഡ് വർക്കിലാണ് കേട്ടോ. മിസ്സായി പോയേനെ. അതിന്റെ ഷോളും വരും. അങ്ങനെ ഇതാ ഇങ്ങനെയാണ്. ഇതിന്റെ കളേഴ്സ് ഇങ്ങനെ മാറി കിട്ടും കേട്ടോ. നമുക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ധാവണിയിൽ നമുക്ക് ഇത് ബ്ലൗസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഫുൾ ഒരു എംബ്രോയിഡറിയുടെ വർക്കാണ് വരുന്നത്. നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്ന വർക്ക്. പല മോഡൽസ്. ഇതിപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അജ്രക്കിന്റെ പാച്ച് വർക്ക് വരുന്ന ധാവണിയാണ്. അത് അതിന്റെ ഷോള് വരും. ഇത് വൺ സൈഡ് ഇങ്ങനെ കസവ് വരുന്നുണ്ട്, പിന്നെ ഒരു സൈഡ് ഇങ്ങനെ ബ്ലൗസും വരും. ഇത് ബ്ലൗസ് അങ്ങനെ പാച്ച് വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെയും വെറൈറ്റി ഉണ്ട്. പിന്നെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ഉണ്ട്. ഇതെല്ലാം പാവാടയും ബ്ലൗസും ധാവണിയാണ്. ഇത് കുറേ മോഡൽസ് ഉണ്ട്. ഒന്ന് വീഡിയോ കോൾ ഒന്ന് ചെയ്ത് നോക്കിയാൽ കറക്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. കണ്ടോ പാവാട നമ്മൾ നേരത്തെ ഇപ്പോൾ സെറ്റ് മുണ്ടിൽ കണ്ടില്ലേ, ടൈ-ആൻഡ്-ഡൈയുടെ ഉണ്ട്. ഇത് ടൈ-ആൻഡ്-ഡൈയുടെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല ധാവണിയിലും ഉണ്ടെന്ന് പറഞ്ഞത്. ഇതാ ധാവണിയിലും ഉണ്ട്. അപ്പോൾ ഇതിൽ പല കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ ഗ്രീൻ വേണോ, പിങ്ക് വേണോ. ഇതതിൻ്റെ ഷോള് വരും. ഇതതിൻ്റെ ബ്ലൗസ് വരും. പ്ലെയിൻ ആയിട്ട് വരും. ഇതിൻ്റെ വെറൈറ്റി ഇഷ്ടമാതിരി കളേഴ്സ് ഉണ്ട്. പിന്നെ ഇതെല്ലാം കുർത്തീസാണ്. ഓക്കെ, ജസ്റ്റ് വരുന്ന നോക്കാം. പിന്നെ ഖാദി കോട്ടൺ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നില്ല. ഖാദി നമ്മൾ കുത്താമ്പള്ളി ഖാദി ചെയ്യുന്നുണ്ട്. വെസ്റ്റ് ബംഗാളിൻ്റെ ബംഗാൾ ഖാദി ചെയ്യുന്നുണ്ട്. ഓക്കെ, അതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള കുർത്തി, പക്ഷേ ഇത് ഫുൾ ത്രെഡ് വർക്കാണ് കേട്ടോ ഈ വരുന്നത്. അപ്പോൾ കുർത്തീസും അവൈലബിൾ ആണ്. ഖാദി കോട്ടൺ അല്ലേ ഇത് വരുന്നത്? ഇത് ഖാദി കോട്ടണിലാണ്. ടിഷ്യൂല് വരുന്നുണ്ട്, കോട്ടണിൽ വരുന്നുണ്ട്. ഇത് ടിഷ്യൂല് വരുന്ന ഒരു 3 പീസ് സെറ്റാണ് റെഡിമെയ്ഡ്. അതും വിത്ത് ഹാൻഡ് വർക്കിൽ പാൻറ് ദുപ്പട്ട അങ്ങനെ 3 പീസിന്റെ ഒരു കോൺസെപ്റ്റാണ്. റീറ്റെയിൽ ആണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ, അപ്പോൾ തന്നെ അയച്ചോ. അപ്പോൾ തന്നെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാം. അതുപോലെ ഇതിൽ തന്നെ നമുക്ക് അൺസ്റ്റിച്ചഡ് ആയിട്ട് വരുന്നുണ്ട്. ഇത് കാണുന്നത് അൺസ്റ്റിച്ചഡ് ആണ് കേട്ടോ. മെറ്റീരിയൽസ് ആണ്. അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ, ദുപ്പട്ട, പാൻറ്, ഇത് മുകളിലത്തെ പോർഷൻ കേട്ടോ. അതിൻ്റെ
പല പല വെറൈറ്റീസിലുണ്ട്. അപ്പോൾ ഈ ഫുൾ സെക്ഷൻ അത് തന്നെയാണ്. ഇനി നമുക്ക് ആണുങ്ങളുടെ കാണിക്കാൻ പോയി മെൻസിലേക്ക് പോവാം. മെൻസ് വെയറിലേക്ക് പോവാം. ഇതാണോ? ഇതാണ് നമ്മുടെ മെൻസ് വെയർ. സെപ്പറേറ്റ് ഒരു സെക്ഷൻ പോലെ ഒരുക്കിയത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും ആണുങ്ങൾക്ക് മാത്രം ഇങ്ങനെ കയറി വരാനായിട്ട്. അപ്പോൾ ഇതാണ് ശരിക്കും ഈ കടയുടെ ഒരു ലുക്ക് എന്ന് പറയാനായിട്ട്. ഫുൾ മുണ്ടും ഷർട്ടും ആയിട്ടുള്ള ഇഷ്ടം പോലെ വെറൈറ്റീസ് ആണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഈ അറ്റം തൊട്ട് നോക്കുകയാണെങ്കിൽ ഫുൾ നമുക്ക് ഷർട്ടുകളാണ്. എന്തായാലും ആണുങ്ങളുടെ കാര്യമല്ലേ കാണിക്കണേ. അപ്പൊ ഒരു ആണിനെ തന്നെ നമുക്ക് പിടിക്കാം. നമ്മുടെ സ്റ്റാഫാണ്. അതെ, പേര് ഞാൻ ഇതൊന്നും എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ആണുങ്ങളാകുമ്പോ അതിനെ കുറിച്ച് കുറച്ച് ഭംഗിയായിട്ട് പറയാം. അപ്പൊ ശ്രേയസ്, വെൽക്കം. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ ഈ ഒരു മുണ്ടുകടയില്? എന്റെ മുണ്ടുകട. അതെ, എന്റെ മുണ്ടുകട. നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് മുണ്ടാണ്. ട്രഡീഷണൽ ഐറ്റംസ് മാത്രമാണ് ഇവിടെ നമ്മളിപ്പോ സെയിലിംഗ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇങ്ങോട്ട് വന്നു. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. അപ്പൊ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ കാണുന്നത് ഫുള്ള് നമുക്ക് മുണ്ടുകളാണ്. വെറൈറ്റി തരം മുണ്ടുകൾ. അതിൽ എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്? ഇതിപ്പോ ഇരിക്കുന്ന എല്ലാം പവർ ലൂംസ് ആണ്. പവർ ലൂംസിൽ തന്നെ ഡിഫറെന്റ് ടൈപ്പിലുള്ള മുണ്ടുകളുണ്ട്. പവറിലും ഹാൻഡിലും രണ്ടും ചെയ്യുന്നുണ്ട്. ഇതിനെ കുറച്ച് വെറൈറ്റീസ് ഒന്ന് കാണിച്ചു തന്നാലോ? ഓക്കെ. പിന്നെ ഇപ്പുറത്തെ സൈഡ് എന്താ ഇരിക്കണത്? ഇത് ഷർട്ട്സ് ആണ്. ഈ സൈഡ് ഇരിക്കണത് ഷർട്ട്സ്. ഓക്കെ. പിന്നെ ഇവിടെ ഇരിക്കണത് ഇതും ഷർട്ട്സ്, ഖാദി മോഡൽ. ഓക്കെ. അപ്പൊ കുറച്ച് ഷർട്ടും എന്ത് രസമല്ല ഇങ്ങനെ മാച്ചിങ് ആയിട്ട് ഇരിക്കണ കാണുമ്പോൾ തന്നെ. നമുക്ക് ഈ അറ്റം തൊട്ട് പിടിച്ചാലോ? ഓക്കെ. എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഇത് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായിട്ടോ. കണ്ടോ, ആ മുണ്ടിന്റെ ഈ ഒരു കളറ് വെച്ചിട്ടാണ് ഈ ഒരു ഷർട്ട് മാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഗ്രീൻ വേണമെങ്കിൽ ഗ്രീനും മാച്ച് ചെയ്യാം. ഓക്കെ. ഇതെന്താ ശരിക്കും പവർലൂമോ ഹാൻഡ്ലൂമോ? പവർലൂമിന് ഇത് ഡിസൈൻ എന്തെങ്കിലും പറയോ? ഇത് പ്രിന്റഡ് മുണ്ട് എന്ന് പറയും. പുതിയ ട്രെൻഡ് ആയിട്ട് ഇറങ്ങി. എന്ത് പറയുന്നത്? ഇലുമിനാൻഡി. ആ ഡാൻസ് പാട്ടാണോ ഉദ്ദേശിക്കണേ? ഓ, അടിപൊളി. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ വരുന്നത് മുണ്ടിന്റെ. അതില് ഇത് കോട്ടണില് അതില് മാച്ചിങ് ആയിട്ട് നമുക്ക് ഈ ഒരു ഷർട്ട് കൊടുക്കാം. ഇത് രണ്ടും സെപ്പറേറ്റ് ആണ് അല്ലേ? ഇത് വേണമെങ്കിൽ ഇത്. അപ്പൊ സൈസസ് ഒക്കെ എങ്ങനെ വരും നമുക്ക്? ഷർട്ടൊക്കെ വരും 36 മുതൽ 44 വരെ ചെയ്യുന്നുണ്ട്. 44 വരെ ഈ സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ കളേഴ്സ് ഒക്കെ മാറി നമുക്ക് കിട്ടും അല്ലേ? പിന്നെ അടുത്തത് അതെ, എടുത്തേ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് കൈ എടുത്തേ. ഇത്രയും ചാട പിടിച്ചിട്ട് നിൽക്കണ ആള്. ഇത് വരുന്ന പുതിയ പ്രിന്റഡ്, പുതിയ ട്രെൻഡാണ് പ്രിന്റഡ് വരുന്നത്. അത് മാച്ചിങ് ആയിട്ട് വരുന്ന ഒരു മുണ്ട്. ഇത് വരുമ്പോ ഹാൻഡ് പ്രിന്റ് ആണ്. ഓ, ഇത് ഇങ്ങനെ കാണുമ്പോഴാണ് അതിന്റെ ഒരു ലുക്ക് മനസ്സിലാവുള്ളൂ. ഹാൻഡ് പ്രിന്റ് ആണ്. പക്ക വാഷ് ചെയ്ത പോവില്ല. പക്ക ഗ്യാരണ്ടി. അപ്പൊ ഇതില് നമുക്ക് പല കളേഴ്സ് ഉണ്ടാവില്ല ഈ പ്രിന്റിൽ വരുമ്പോ? പല പ്രിന്റുകൾ വരുന്നുണ്ട്. അല്ല, ഈ പ്രിന്റിൽ തന്നെ പല കളേഴ്സുകളായിട്ട് കിട്ടും. അതുമുണ്ട്. നമുക്ക് എന്ത് ചോദിച്ചാൽ ഇനിയിപ്പോ ഒരു മുണ്ടായിട്ട് ആണെങ്കിൽ നമുക്ക് അതിന് മാച്ചിങ് ഷർട്ട് ഇല്ലാണ്ട് ഇവിടുന്ന് ഒരാളും പോവില്ല. അത്രയ്ക്ക് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മാച്ചിങ് ഷർട്ടും മുണ്ടിലും എന്റെ മുണ്ടുകട വിട്ടിട്ട് വേറെ ഒന്നുമില്ല അതില്. പിന്നെ വരുന്നത് ഇതാ നമുക്ക് സിൽവറുടെ കസവിലാണ്. ഇതില് പീലി വർക്കാണ് വന്നിരിക്കുന്നത്. ഇതും ഹാൻഡ് പ്രിന്റ് ആണ്. നല്ല അടിപൊളിയാണ്. ഭയങ്കര സോഫ്റ്റ് ആണ്. എന്താ മുണ്ട് കൊടുക്കാത്ത? ഇന്ന് എങ്കിലും ഒന്നും മുണ്ട് കൊടുക്കാറില്ല. ഞാൻ വരുന്നു പറഞ്ഞപ്പോ കൂടുതൽ പാന്റാണ് യൂസ് ചെയ്തത്. പക്ഷെ നമുക്ക് ഓണത്തിന്റെ അന്ന് മുണ്ട് ഉടുപ്പിച്ചേ പറ്റുള്ളൂ. ഉടുക്കില്ലേ? അതിന്റെ അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ട് ഇപ്പൊ ജസ്റ്റ് നമ്മുടെ ഇഷ്ടത്തിന് ഒരെണ്ണം വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇഷ്ടം പോലെ വെറൈറ്റീസ് ചൂസ് ചെയ്യാനുണ്ട്. അതുപോലെ ഷർട്ട് ഇതൊക്കെ ബ്രാൻഡിന്റെ ഉണ്ട്. നമുക്ക് നമ്മളിപ്പോ ചെയ്യുന്നത് കോളേഴ്സ്, സിആർഎ, നെറ്റ്സ്, രാംരാജ് അത്തരം ബ്രാൻഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഖാദിയുടെ മാത്രമായിട്ട് ത്രിലോകിന്റെ ചെയ്യുന്നുണ്ട്. അതും സെപ്പറേറ്റ് ഉണ്ട് അല്ലേ? ഓക്കെ. ഇത് മുണ്ടിന്റെ വരുമ്പോ എങ്ങനെയാ ബ്രാൻഡ്? മുണ്ട് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്ന കുത്താമ്പള്ളിയുടെ മുണ്ടുകളാണ്. കുത്താമ്പള്ളിയാണ്. ഓക്കെ. ഇത് അടിപൊളി കളറും കുറച്ച് വെറൈറ്റി ആണ് കേട്ടോ. ഇത് വൈറ്റില് ആ ഒരു ഇത് ശരിക്കും പ്രിന്റ് തന്നെയല്ലേ? അല്ല, വീവിങ് അല്ലേ? ഇത് നല്ല ഭംഗിയുണ്ട്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് ഇനി ചെക്ക് ചെയ്ത് നോക്കട്ടെ, ഇത് വീവിങ് ആണോ പ്രിന്റ് ആണോ എന്നുള്ളത്. ഇത് പ്രിന്റ് ആണ് അല്ലേ? എനിക്കൊരു സംശയം. രണ്ടാൾക്കും ഒരു സംശയത്തിലാണ് നിൽക്കണം. കാരണം അത്രയും പെർഫെക്ഷനോട് കൂടിയിട്ടാണ് ആ വർക്ക് ചെയ്തിരിക്കുന്നത്. ഞങ്ങളൊന്ന് ചെക്ക് ചെയ്യട്ടെ. വീവിങ് അല്ലേ? തീരുമാനമായി. എനിക്ക് ഇങ്ങനെ കണ്ടപ്പോൾ ശരിക്കും ഒരു പ്രിന്റ് പോലെ ഫീൽ ചെയ്തു. പക്ഷെ അത് മറിച്ച് ഇങ്ങനെ ഇട്ട് നോക്കിയാലും മനസ്സിലാവാത്ത വിധത്തിലാണ് അത്രയും പെർഫെക്റ്റ് ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് പക്ക വീവിങ്ങോട് കൂടി, അതും വൈറ്റ് മുണ്ടിലാണ്. ഇനി ഇതിൽ കൊടുക്കാൻ പറ്റിയത് നമുക്ക് ഈ ഒരു കളറ് ഷർട്ട്. അത് കുറച്ച് വെറൈറ്റി കളറാണ്. ശ്രേയസ് എന്നല്ലേ? ശ്രേയസ്
അടുത്ത നോക്കിയേ, അടുത്ത് വരുന്ന ഒരു വലിയ പ്രിന്റ് വരുന്നത്, വലിയ പ്രിന്റിന്റെ ഷർട്ടിന്റെ സൈസസ് വരുമ്പോൾ ഏതൊക്കെ സൈസസ് തൊട്ട് 36 മുതൽ 44 വരെ 44 വരെ സൈസസ് അവൈലബിൾ ആണ്. അത് ഈ പ്രിന്റിൽ അല്ലെങ്കിൽ ബ്രാൻഡിലുള്ള എല്ലാത്തിലും ഉണ്ട്. ഇനി ഇതിന് കൊടുക്കാൻ പറ്റിയ നമുക്ക് മുണ്ട് ഏതൊക്കെയാ? ഇത് കൊടുക്കാം ഓണത്തിന് എല്ലാവരും മാച്ചിങ് ആയിട്ട്. ഇനി ഇതിന് സെറ്റ് സാരി സെറ്റ് മുണ്ടാണെങ്കിൽ നമുക്ക് അപ്പുറത്തെ സെക്ഷനിൽ പോയാൽ സെയിം കിട്ടൂല, സെയിം കിട്ടും കേട്ടോ. ഇതൊക്കെ നോക്കിയാൽ നല്ല മാച്ചിങ് ആയിട്ടുള്ളത്. കസവിൽ തന്നെ നമുക്ക് പലതരം കസവ് വരുന്നുണ്ട് അല്ലേ? ഏതൊക്കെ തരം ഉണ്ട്? ഗോൾഡ്, സിൽവർ, കോപ്പർ, റോസ് ഗോൾഡ്. അതിൽ കുറെ വെറൈറ്റീസ് ഉണ്ട്. ഇത് ഫുൾ നമുക്ക് പിങ്കിന്റെ വരുന്നത് അല്ലേ? അത് ഇതാവുമ്പോ നമുക്ക് ഗോൾഡും അതുപോലെ തന്നെ സിൽവറും മിക്സ് ആയിട്ട് വരുന്നത്. ഇതാവുമ്പോ നമുക്ക് ഗോൾഡ് മാത്രമായിട്ട് വരുന്നത്. ഗോൾഡ് സിൽവറിന്റെ മിക്സ്. ഇത്രയും വെറൈറ്റീസോ? ഓ, പ്രിന്റിൽ എന്ന് പറയുമ്പോ അതാ ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടോയെന്ന് അറിയില്ല, കാരണം ഇത് പ്ലാസ്റ്റിക് കവറിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ക്ലാരിറ്റി ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഫുൾ പ്രിന്റോട് കൂടിയിട്ട് വരുന്നതാണ് കേട്ടോ. കണ്ടോ, ഇത് നല്ല ഭംഗിയുണ്ടല്ലോ. ഉണ്ണികൃഷ്ണൻ അല്ല, ഉണ്ണിക്കണ്ണൻ ഇരിക്കുന്ന ആ ഒരു ഫീൽ കേട്ടോ. നല്ല ഭംഗിയുള്ള പ്രിന്റ്. ഇതുപോലെ പല പല പ്രിന്റുകളായിട്ട് കിട്ടൂല, പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതിൽ തന്നെ ഇപ്പൊ നമ്മൾ ഇത് കാണിച്ചത് ഗ്രീൻ കളർ ആണെങ്കിൽ അതിന്റെ തന്നെ നമുക്ക് റെഡില് വേറൊരു പ്രിന്റില് ഗണപതി കുറച്ചുകൂടി മോളത്തിൽ പറയട്ടാ. എന്താണ് ഗണപതി? അപ്പൊ അങ്ങനെ ഏതൊക്കെ മോഡൽ. ഇതാണ് ഇപ്പൊ ഓണം കൊണ്ടുപോയിക്കണ കളക്ഷൻസ്. ട്രെൻഡി ആയിട്ടുള്ള മുണ്ടിന്റെ കളക്ഷൻസിൽ ഇങ്ങനത്തെ കസവിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ പ്രിന്റുകളൊക്കെയാണ്. പിന്നെ നമുക്ക് ഒരു ടൈഡായി ആ ഒരു രീതി, അതുമാണ് ഇപ്പോഴത്തെ ട്രെൻഡ് വരുന്നത് അല്ലേ? ഞാൻ ഈ മുണ്ടിന്റെ ഭംഗി നോക്കിയതാ, കണ്ടോ എന്താ അതിനൊക്കെ മാച്ചിങ് ആയിട്ടുള്ള ഷർട്ടുകൾ കണ്ടോ. ആ പ്രിന്റും അതിന് മാച്ചിങ് ആയിട്ടുള്ള ഷർട്ടുകൾ, ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് വെച്ചിരിക്കുന്നതാണ്, സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ഇനിയും കുറച്ച് കാണിക്കാനുണ്ട് നമുക്ക്. ഇപ്പുറത്തേക്ക് വരാണെങ്കിൽ നമുക്കിതാ പറഞ്ഞോ, നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിച്ച് തുടങ്ങുള്ളൂ. പറയും. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ പുതിയ ട്രെൻഡ് വരുന്നത്, ഒരു ഗ്രേ ഷെയ്ഡിൽ ഗ്രേയും വൈറ്റും കൂടിയിട്ടായിട്ട് വരുന്നത് കേട്ടോ. അതിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു കസവ് ചെറുതായിട്ട് പോയിട്ടുണ്ട് അല്ലേ? ചെറുതായിട്ട് ഒരു കസവിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കളക്ഷനായി. ഈ മുണ്ടിന്റെ എങ്ങനെ വീതിയൊക്കെ? ഡബിൾ മുണ്ട്, സിംഗിൾ മുണ്ട് അങ്ങനെയൊക്കെ പറയില്ലേ? ഇതെല്ലാം ഡബിൾ മുണ്ടുകളായിരിക്കും. നമുക്ക് ഡബിളും ഉണ്ട് സിംഗിളും ഉണ്ട്, രണ്ടും ചെയ്യുന്നു. പിന്നെ കുട്ടികളുടെ ഉണ്ടോ? കുട്ടികളുടെ മുണ്ടും ഉണ്ട്. എത്ര വയസ്സ് തൊട്ടാ? നമുക്ക് 1 ഇയർ തൊട്ട് ഒരു 20 വയസ്സ് വരെ. 20 വയസ്സ് വരെ. അത് കാണിച്ചെന്നുള്ളൂ കേട്ടോ. പിന്നെ അതിന്റെ ഷർട്ടുകളും ജുബകളും ഉണ്ട്, കുട്ടികൾക്കുള്ളതുണ്ട്. ഓക്കെ. പിന്നെ ഇത് പിങ്ക് കോപ്പറിന്റെ പിങ്ക് കോട്ടൺ ഷർട്ടാണ്. അതിന് മാച്ചിങ് ആയിട്ട് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത് റോസ് ഗോൾഡ്. ഇതും ഹാൻഡ് പ്രിന്റ് തന്നെയാണ് വർക്ക് വരുന്നത്. ഹാൻഡ് പ്രിന്റിൽ കുറെ കളക്ഷൻസ് ഉണ്ട് അല്ലേ? ഈ പ്രിന്റ് ഇപ്പൊ ഇത് നോക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ വീഡിയോ കോൾ ചെയ്തിട്ട് ചോദിച്ചാൽ മതി. അപ്പൊ ആ വെറൈറ്റീസ് ഒക്കെ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. എവിടെ? എന്റെ മുണ്ടുകട. ഇത് എവിടെയാ ശരിക്കും സ്ഥലം? ചാരുമൂട് എവിടെയാ? ചാരുമൂട് ടൗണിൽ തന്നെയാണ്. ഇത് പറയേ ആലപ്പുഴയിലാണെന്ന് പറ, അതും കൂടി പറയണ്ടേ? ഞങ്ങളിത് തൃശ്ശൂരിന്നാ വരുന്നത്. അപ്പൊ ആലപ്പുഴയില് ചാരുമൂട് KP റോഡിന്റെ പേര് അല്ലേ? KP റോഡിന്റെ ഫുൾ ഫോം എന്താ അതറിയില്ല. ഏതാ? കായംകുളം പുനലൂര് റോഡ്. ആ റോഡിന്റെ പേര് ഫുൾ ഫോം ആയിട്ട് പറഞ്ഞത്. ശരിക്കും ഷോർട്ട് ഫോം പറയണത് KP ആണ് പറയുന്നത് കേട്ടോ. ഇവർക്ക് വരെ അറിയണില്ല. എത്ര കൊല്ലായിരുന്നു? 2 വർഷമായിരുന്നു അന്നാലും. പക്ഷെ എന്റെ മുണ്ടുകട വിട്ടിട്ട് ഞാൻ പുറത്തേക്ക് പോകാറില്ല. അതാണ് എനിക്ക് റോഡും ലൊക്കേഷനും ഒന്നും അറിയാത്തത്. അതാണ് സത്യാവസ്ഥ. ഇത് അടുത്ത ഒരു വെറൈറ്റി നോക്കിയേ. ഇതാണ് ഒരു ബ്ലൂല് സിൽവർ കസവ് വരും. ഇതൊക്കെ നമുക്ക് പവർ ലൂം അല്ലേ ഇപ്പൊ കാണിക്കുന്നത്? പവർ ലൂം ഒക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് മുണ്ടിന്റെ ഒക്കെ വരുമ്പോ എത്ര വരും? 320 സ്റ്റാർട്ടിംഗ് വരുന്നത്. അത് ഹാൻഡ്ലൂം ആണെങ്കിലോ? ഹാൻഡ്ലൂം സ്റ്റാർട്ടിംഗ് വരുന്ന ഒരു 810 സ്റ്റാർട്ടിംഗ് മുണ്ടിന് മാത്രം. ഓക്കെ. ഇത് നല്ല സോഫ്റ്റ് ആണല്ലോ. കസവ് ഇല്ലാണ്ട് ഫുൾ കോട്ടണില് അതില് കളറുകൾ മാത്രം. കട്ടിക്കാരാന്നല്ലേ പറയുന്നതിനെ? കട്ടിക്കരയില് അതും ഈ കറക്റ്റ് ഒക്കെ മാച്ചിങ് എങ്ങനെയാണ് നിങ്ങളൊക്കെ അത് സംഘടിപ്പിച്ച് കൊണ്ടുവരുന്നത്? നോക്കിയേ, ഷർട്ടും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് മാച്ചിങ്, ഒരു മാറ്റവും ഇല്ല അതിന്. ഇത് വെച്ച് നോക്കുമ്പോൾ ഞാൻ അടുത്തത് നോക്കുകയാണെങ്കിൽ അടുത്തതും നല്ലൊരു ഷെയ്ഡ്. അതിലും കസവില്ല, പക്ഷേ നോർമൽ കരയിൽ നല്ല ഫുൾ വീവിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത്. അതിൽ ഓഫ് വൈറ്റ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ടിഷ്യൂന്റെ അങ്ങനത്തെ സംഭവം ഉണ്ടോ? എന്താ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ മതി.
അപ്പോൾ ഇത് നോക്കിയേ, അടുത്തൊരു ഇത് നല്ലൊരു അടിപൊളി കളറാണ് കേട്ടോ. ഇതിലും നമുക്ക് പല ഷർട്ടുകൾ ചൂസ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതാണെങ്കിൽ ഇത് കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് വന്ന് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ലെങ്ത് ഒക്കെ എത്ര വരും മുണ്ടിൻ്റെ? 4 മീറ്റർ വരും. 4 മീറ്റർ. അടുത്തത് ഒരു സിമ്പിളായിട്ട് വൈറ്റ് കളറിൽ അതിൽ അടിപൊളി ഒരു പിങ്ക് കേട്ടോ. കസവൊന്നും ഇല്ലാണ്ട് നമുക്ക് ഡെയിലി വരണമൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ട്. കസവ് എന്നൊക്കെ പറയുമ്പോൾ ഫംഗ്ഷന് മാത്രമല്ല, അല്ലാത്തപ്പോഴും യൂസ് ചെയ്യാം. പക്ഷേ സിമ്പിൾ കസവ് വേണ്ട അങ്ങനെയൊക്കെയുള്ളവർക്കാണെങ്കിൽ ഇതൊക്കെ കോട്ടൻ്റെ ഷർട്ടാണ്. ഇപ്പോൾ കൂടുതൽ കോട്ടൺ ഷർട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. ഓ, ഇപ്പോഴത്തെ ട്രെൻഡി അജ്രക്കിൻ്റെ പാച്ച് വർക്കിൽ കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡി പാച്ച് വർക്കാണ്. അപ്പോൾ ഇതിന് തന്നെ സെയിം തന്നെ നമുക്ക് സെറ്റ് മുണ്ടിലും ഉണ്ട്, സെറ്റ് സാരിയിലും ഉണ്ട്. ഇത് കസവിലാണ് കേട്ടോ വരുന്നത്. ഈ പ്രാവശ്യത്തെ ഓണം ഇതും ആ ഒരു ടൈഡേ ആ ഒരു സംഭവം, പിന്നെ ആ പ്രിന്റ് ഉള്ളതും അതൊക്കെയാണ് മെയിനായിട്ട് പോയിട്ടുള്ളത്. ഇത് ശരിക്കും ഇങ്ങനെ സെറ്റ് ആയിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ്? ഇത് ബാക്കിയുള്ളതൊക്കെ സെപ്പറേറ്റ് അല്ലേ? ആ, ഇത് രണ്ടും കൂടിയിട്ട് അപ്പോൾ ഒരുമിച്ച് എടുക്കണം, അല്ലെങ്കിൽ അതിന് മാച്ചിങ് പോവും ഷർട്ടിൻ്റെ. പിന്നെ അടിപൊളി ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഇത് ഹാൻഡ്ലൂമാന്ന് തോന്നുന്നു. ഇത് പവർലൂമാണ്. ഇത് ഹാൻഡ്ലൂമാണ്. അപ്പോൾ ഇതിലിങ്ങനെ ചുട്ടി വരണേ പ്രിന്റ് വരുന്നത് അങ്ങനെ പ്രിന്റ് അല്ല കേട്ടോ, ഇത് വീവിങ് ആണ്. ഇത് ഇപ്പൊ എനിക്കൊരു സംശയമായി, ഹാൻഡ്ലൂമാണോ ഉറപ്പാ? കടക്കാർ പറയുമ്പോൾ പിന്നെ ഞാൻ എന്ത് പറയാനാ? ഇത് ചുട്ടി ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്കൊന്നും പറയാനില്ല. എൻ്റെ ധാരണയിൽ ഇത് ഹാൻഡ്ലൂം ആണെന്നാണ്. പക്ഷേ കടക്കാർ പറയുകയാണ് ഇത് പവർലൂമാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒരു രക്ഷയിലേക്കാരൻ എനിക്ക് തൊടുമ്പോൾ ഫീൽ ചെയ്യണതും ഹാൻഡ്ലൂമിൻ്റെ ഫീലിംഗ് ആക്കാൻ അത്രയും സോഫ്റ്റാണ് വരുന്നത്. അപ്പോൾ ഇതാണ് മാച്ചിങ് വരുന്നത്. പിന്നെ വെറൈറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സെക്ഷനൊക്കെ എന്താ വരുന്നത്? മറ്റേ ജുബ്ബ പോലത്തെ സംഭവം. അതിനൊരു 2 വെറൈറ്റി ഒന്ന് കാണിച്ചേ. 2 വെറൈറ്റി അതിൻ്റെ. നീ ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞേക്കാം, എന്നാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ആ, പുതിയ ട്രെൻഡിങ് വരുന്ന ഇലുമിനാറ്റി എന്നൊക്കെ പറയുന്നത് പുതിയ ട്രെൻഡാണ് ഇപ്പോൾ. എന്താണ് ഇലുമിനാറ്റി? ഓരോരോ പാട്ടുകൾ ഇറക്കിയതേ മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ തന്നെ ഇത് ഫുൾ ജുബ്ബ എന്ന് പറഞ്ഞാൽ എത്ര ലെങ്ത് വരും? ഒരെണ്ണോട് എടുത്തോ. ഇതൊന്ന് ഒരെണ്ണം ഓപ്പൺ ചെയ്യട്ടെ ഞാൻ. ഇതിൽ തന്നെ നമുക്ക് മുണ്ടായിട്ട് കൊടുക്കാം. ഒരെണ്ണം ലെങ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ അതിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒരു ലെങ്ത് നോക്കാൻ. ഇതാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. ഇത് ജുബ്ബ കേട്ടോ. ഇതിൽ തന്നെ കുറേ വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കസവിൽ കളേഴ്സിൽ ഇങ്ങനെ തിളങ്ങണത് അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. ഇതൊക്കെ സെറ്റിലാണ്. കളേഴ്സ് അങ്ങനെ തിളങ്ങണത് അങ്ങനത്തെ ഒക്കെ വരുമോ? സിൽക്കിൻ്റെ അങ്ങനത്തെ ഒക്കെ ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ജുബ്ബയും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ എന്താ വെറൈറ്റി? പിന്നെ വരുന്ന ഇതൊക്കെ ഇങ്ങനെ നീക്കി വെച്ചോ അങ്ങോട്ട്. ഈ ടൈപ്പ് ജുബ്ബ അപ്പോൾ കുറച്ച് സിൽക്കി തിളങ്ങുന്ന രീതിയിൽ വേണമെന്ന് പറയണവർക്കാണെങ്കിൽ ഇങ്ങനത്തെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതിൽ പ്രിൻറ്റ് വരുന്നുണ്ട്. പിന്നെ പ്രിൻറ്റിൻ്റെ കാര്യം എടുത്ത് പറയാം. മ്യൂറൽ പ്രിൻറ്റ് നമ്മുടെ ഇവിടുത്തെ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ അത് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അത് ഷർട്ടിലായാലും ജുബ്ബയിലായാലും മുണ്ടിൽ വേണമെങ്കിൽ മുണ്ടിൽ, സെറ്റ് മുണ്ടിൽ, സെറ്റ് സാരിയിൽ, അങ്ങനെയൊക്കെ വെറൈറ്റീസ്. അപ്പോൾ ഇതിൻ്റെ കളേഴ്സൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഒരെണ്ണം കയ്യിലെടുത്തു മാത്രമല്ല ഈ ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ ഫുൾ അതിൻ്റെ പ്രിന്റുകളാണ്, അതിൻ്റെ വെറൈറ്റീസാണ്. ഇപ്പോൾ ഒരു ഓമിൻ്റെ ഒരു മുണ്ട് നമ്മൾ കണ്ടിരുന്നു. അതിൽ വേണമെങ്കിൽ നമുക്ക് ഇത് വേണമെങ്കിൽ മാച്ച് ചെയ്യാം അല്ലേ? ആ മുണ്ട് ഇങ്ങനെ പോയേ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാൻ. ഇത് കണ്ട ഞാൻ വരെ മാച്ചിങ് ഉണ്ടാക്കിയെടുത്തു. കണ്ട ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് മാച്ച് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. വലിയ കളർ വേണമെങ്കിൽ കളറായിട്ട്, അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണോ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. അപ്പോൾ ഇത് ഫുൾ നമ്മുടെ ജുബ്ബേര സെക്ഷൻ. അടിയിലും വരുമ്പോൾ നമുക്ക് ജുബ്ബേര സെക്ഷൻ. ഇനി കുട്ടികളുടെ ഒക്കെ ഏത് ഭാഗത്തായിരിക്കും ഷർട്ടുകൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അത് ഇവിടെ കാണുമ്പോൾ ഇവിടെ ഫുള്ള്, പിന്നെ അപ്പുറത്തെ സൈഡൊക്കെ ഷർട്ട്, ഈ സൈഡൊക്കെ ഷർട്ട് തന്നെയാണ്. ഷർട്ട് ഇപ്പുറത്തേക്ക് പോവാം. ഇതൊക്കെ ഫുൾ ഷർട്ടിൻ്റെ ആണ്. ഇത് മൊത്തം വൈറ്റ് മാത്രമാണ്, വൈറ്റ് മാത്രം. ആ വൈറ്റിൽ തന്നെ നമുക്ക് ചെക്ക് ഉണ്ട്. ഇത് ആൾക്കാർ തപ്പി നടക്കുന്ന ഒരു സംഭവമാണ്. അതെന്തായാലും കാണിച്ചു കൊടുക്കാം. പിന്നെ കല്യാണ ചെക്കന് വരെ ഇവിടെ ഷർട്ട് അവൈലബിൾ ആണ് കേട്ടോ. ഇത് വൈറ്റിൽ തന്നെ ഒരു ജൂട്ടിൻ്റെ കളക്ഷനാണ് കേട്ടോ വരുന്നത്. ഇത് അതുപോലെ ഇതും വൈറ്റിൽ തന്നെയാണ് വരുന്നത്. ഈ വൈറ്റിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ട് ഒരു ഷോ ബട്ടണൊക്കെ നല്ല ഭംഗിയിൽ കൊടുത്തിരിക്കുന്നത്. വൈറ്റിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇത് കാണുന്നത് മൊത്തം വൈറ്റ് ആണെങ്കിൽ അതിൽ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സൈസസ് അവൈലബിൾ ആണ്. വൈറ്റിൽ ഇത്രയും വെറൈറ്റീസ് അടിപൊളി. ഇനി എന്താണ് നമുക്ക് കാണിക്കാനുള്ളത്?
ഇത് കുട്ടികളുടെ അല്ലേ? അതെ, കുട്ടികളുടെ. ആഹാ, ഇത് കുട്ടികളുടെ ഷർട്ട്. ആ കുട്ടികളുടെ ഷർട്ട് എന്ന് പറയുമ്പോൾ എത്ര തൊട്ട് എത്ര വരെ? നമ്മൾ 1 ഇയർ തൊട്ട് 10 ഇയർ വരെ ചെയ്യുന്നു. 1 to 10 years വരെയുള്ള ആൺകുട്ടികളുടെ ഷർട്ടുകൾ കിട്ടും, മുണ്ടുകളും കിട്ടും. അതിന് മുകളിലേക്ക് ആവുമ്പോൾ എന്ത് കിട്ടും? കുർത്തീസ് ഇടേണ്ടി വരും. അപ്പൊ മുണ്ട് ഉണ്ടാവും, എന്തായാലും മുണ്ടുണ്ടാവും. പക്ഷെ ജുബ്ബ ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യേണ്ടത് അല്ലേ? ഇതാകുമ്പോ ചെറിയ കുട്ടികൾക്കുള്ളത് കണ്ടോ, അതിലും വർക്ക് പ്രിന്റ് ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ഗോൾഡൻ പ്രിന്റ് വരും. അതെ, ചെറുതായിട്ടൊരു പ്രിന്റ്. സിൽക്കി മെറ്റീരിയലാണ്, ഭയങ്കര സോഫ്റ്റ് സിൽക്കി. അതിൽ പല കളേഴ്സ് ഉണ്ട്, പല പ്രിന്റിൽ വരുന്നുണ്ട്. അതാ ഇതൊക്കെ അതിൻ്റെ പ്രിന്റുകൾ. ഈ തയ്യത്തിൻ്റെ ഒക്കെ സെറ്റ് മുണ്ട് സെറ്റ് സാരിയിലൊക്കെ കണ്ടില്ല, അതിൽ തന്നെ ഇപ്പോൾ വലിയൊരുകളതും ഉണ്ടാവില്ല മുണ്ടിലൊക്കെ വരുന്നത്. അപ്പോൾ കുട്ടികളുടെ കളേഴ്സും ഉണ്ട് കേട്ടോ. ഇതൊക്കെ അതിൻ്റെ പല പല കളേഴ്സുകളാണ്. ഇപ്പോൾ ഓണത്തിൻ്റെ സമയത്താണല്ലോ പച്ച, ചുവപ്പ്, മഞ്ഞ, നീല, ഇങ്ങനെ വെറൈറ്റി കളേഴ്സുകളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കുട്ടികൾ തിളങ്ങട്ടേന്നേ അല്ലേ? മുണ്ടുകൾ നോക്കുകയാണെങ്കിൽ എങ്ങനത്തെ മുണ്ടുകളുള്ളത് കുട്ടികൾക്കുള്ളത്? അവിടെ സൈഡിലായിരിക്കണം മുണ്ടുകളുടെ വെറൈറ്റീസ് നോക്കാം. മുണ്ട് തയ്യത്തിൻ്റെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ആ തയ്യത്തിൻ്റെ അത് തന്നെ എടുത്തോ. ഇത് സൈസ് ഇത് ഒട്ടിക്കണതല്ലേ? വെൽക്രോ അല്ലേ? ഇതാ സാധാരണ നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് കാണാറ്. ഇത് അതിൽ തന്നെ പ്രിന്റ്, പല പ്രിന്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ അതിൽ. ഇതൊക്കെ അതിൻ്റെ വെറൈറ്റി പ്രിന്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്, വന്ന് നോക്കിയാൽ മതി. അപ്പോൾ സൈസസ് നമുക്ക് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ഇത് ചെറിയ സൈസ് തൊട്ടോ അയ്യോടാ കുഞ്ഞേ മുണ്ട്. അപ്പോൾ ജനിച്ച കുട്ടികൾക്ക് തൊട്ട് നമുക്ക് മുണ്ട് ഇവിടെ അവൈലബിൾ ആണ്. അതിന് പറ്റിയിട്ടുള്ള ഷർട്ട്സും ഉണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ജുബ്ബയാന്ന് തോന്നുന്നു. ഇതൊക്കെ സെപ്പറേറ്റ് അല്ലേ മേടിക്കേണ്ടത്? അതെ, അത് സെപ്പറേറ്റ്. അപ്പോൾ ഇതിലേക്ക് ഇത് മാച്ച് ആക്കാൻ പറ്റും അല്ലേ? ഇത് ഈ ഒരു ഇവിടെ എവിടെ ഒരെണ്ണം കണ്ടുല്ലോ. ഇത് വേണമെങ്കിൽ ഇത് മാച്ച് ചെയ്യാം അല്ലേ? മാച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇത് ഇവിടെ ഒരെണ്ണോടും കണ്ടു. ഇതാ ഇത് വേണമെങ്കിൽ ഇത് മാച്ച് ചെയ്യാം. ഇതാ ഇങ്ങനെ മാച്ച് ചെയ്യാം. കുട്ടികൾക്കൊക്കെ വേണമെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പോർഷൻ മാച്ച് ചെയ്തിട്ട് എടുക്കാം. വലിയ കുട്ടികൾക്കാണെങ്കിൽ, ചെറിയ കുട്ടികൾക്കാണെങ്കിൽ. ഇനി ഇതിൽ പ്രിന്റ്, പല പ്രിന്റുകൾ വരുന്നുണ്ട്. ഇതൊക്കെ കണ്ടോ അതിൻ്റെ പ്രിന്റുകൾ. ഇതിൽ തന്നെ പല പല പ്രിന്റ്സ് വരും. ഇനി എന്താണ് വെറൈറ്റി കാണിക്കണം? ഇത് മേളമുണ്ട്. മേളം, കൊട്ട്. അവർക്ക് പറ്റിയിട്ടുള്ള മുണ്ടുകളും ഇവിടെ ഉണ്ട് അല്ലേ? അപ്പൊ ഈ മുണ്ടിന്റെ കൂടെ വേറെ കുറക്കാണ്. ഇത് നെയ്തതാണ്, നേരിയത്. അങ്ങനെ പറഞ്ഞെന്താ? ഞാൻ ഇതിനെ കുറിച്ചിട്ട് ഇത്ര വലിയ അറിവ് എനിക്കില്ല. അറിയാത്തത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. എന്താണ്? മുണ്ടും നേരിയതായിട്ടാണ് മേളക്കാർ യൂസ് ചെയ്യുന്നത്. അടിയിലും ഒന്നും മണ്ടയ്ക്കും കിട്ടും. അതിനാണ് നേരിയത് എന്ന് പറയണത് അല്ലേ? അപ്പൊ ഇത് മുണ്ട്, ഇത് നമുക്ക് ബാക്ക് സൈഡിൽ കൂടെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ എത്ര വേണമെങ്കിലും പീസ് കൊടുക്കാൻ പറ്റും. എത്ര ക്വാണ്ടിറ്റി 100, 500 എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ കൊട്ടുകാർക്ക് നല്ലൊരു ഞങ്ങളുടെ അവിടെ തൃശ്ശൂർ പൂരത്തിന് പോയോ, അപ്പൊ കാണാം ഇതിന്റെ വെറൈറ്റീസ് ഒക്കെ ഇട്ട് നടക്കണത് പിള്ളേരുകള്. അപ്പൊ അതിന്റെ വെറൈറ്റീസ്, അപ്പൊ അതൊക്കെ എവിടുന്നാ പോണത്? ഇവിടുന്നല്ലേ പോണേ. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതാ ഒക്കെ കുറെ കളേഴ്സുകള് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതായി. ഇനി ഇതൊക്കെ എന്തായിരിക്കുന്ന സംഭവം? ലുങ്കികളാണ് വെറൈറ്റി. ഇത് ലുങ്കി നോർമൽ വീട്ടിലിടാൻ പറ്റിയിട്ടുള്ളത് അല്ലേ? ഖാദിയുടെ നോർമൽ ആയിട്ടുള്ളത്. നമുക്ക് കളേഴ്സ് പലതും അവൈലബിൾ ആണ്. അപ്പൊ ഇതാകുമ്പോ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അല്ലേ? ഇത് അപ്പൊ ഇങ്ങനത്തെ കുറെ കളേഴ്സുകൾ ഉണ്ട് കേട്ടോ. ഇതും ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ പക്ക ഖാദി. പിന്നെ വരുന്ന ഇതെല്ലാം രാംരാജിന്റെ ഷർട്ടുകൾ. നേരത്തെ പറഞ്ഞത് സിംഗിൾ കളർ. അതിന്റെ ഒരു സിംഗിൾ കളേഴ്സ് വരെ. ഇത് പ്രിന്റ് ഒന്നും ഉണ്ടാവില്ല, പ്ലെയിൻ ആയിട്ട്. രാംരാജും മിക്കതും അങ്ങനെ തന്നെയാണ്. അതെ. ഇതാ അതിൽ പല കളേഴ്സിലുണ്ടാവും. അപ്പോൾ ഇഷ്ടപ്പെട്ട മുണ്ടെടുക്കുക, ഇഷ്ടപ്പെട്ട ഇതൊക്കെ മാച്ചിങ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. ഇത് സിൽക്കി എന്ന് പറയുന്ന മെറ്റീരിയലാണ്. പക്ഷെ പ്ലെയിൻ ആയിരിക്കും. കോട്ടണിലും ഉണ്ട്, സിൽക്കിലും വരുന്നുണ്ട്. 2 ടൈപ്പാണ് വരുന്നത്. പക്ഷെ പക്ക പ്ലെയിനിലാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വെറൈറ്റീസ്. കുറേ ഉണ്ട് കേട്ടോ. ഇതൊന്നും എനിക്ക് എടുത്ത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നേരിട്ട് നിങ്ങൾ വരാം, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യാം. അപ്പോൾ ഇതാണ് കളക്ഷൻ നമ്മുടെ ആലപ്പുഴയിൽ എൻ്റെ മുണ്ടുകട. ഇനി കുറച്ച് ബ്ലൗസിന് പറ്റിയിട്ടുള്ള റണ്ണിങ് മെറ്റീരിയൽസ് അത് തൊട്ടപ്പുറത്താണ്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ താങ്ക് യു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങില്ല അല്ലേ? അവിടേക്ക് വേറെ ആൾക്കാരാ. ശരി, അപ്പോൾ ഓക്കെ ബൈ.
കാണുന്നതാണ് കേട്ടോ KP റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുന്ന് ജസ്റ്റ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്കത് ഇതിൻ്റെ ഉള്ളിൽ പാർക്കിംഗ് സൗകര്യം ഉണ്ട്. ഇവിടെ ഉണ്ട്. നേരത്തെ പറഞ്ഞില്ലേ 2-3 കടയുണ്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ 3 കടയിലത്തെ ലാസ്റ്റത്തെ കടയിലേക്കാണ് നമ്മളിപ്പോൾ കയറാൻ പോണത്. അത് ഇവിടെ തന്നെയാണ്. അതിൻ്റെ തൊട്ടും ഓപ്പോസിറ്റ് ആയിട്ട് പാർക്കിംഗ് ഉണ്ട്. അവിടെയുണ്ട് പല സ്ഥലത്തായിട്ടുള്ള പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് കയറി നോക്കിയാലും എന്താണ് ഇവിടുത്തെ വെറൈറ്റീസ്. ഇവിടെ എന്ന് പറയുമ്പോൾ മൊത്തം റണ്ണിങ് മെറ്റീരിയൽസ് നമുക്ക് ബ്ലൗസിനോ പാവാടയ്ക്കോ എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ കയറിയാലോ. ഇവിടെ ആണെങ്കിൽ മൊത്തം റണ്ണിങ് മെറ്റീരിയൽ ആണ്. അപ്പോൾ ഇത് നല്ല ഭംഗിയിൽ ഇങ്ങനെ ഇരിക്കുന്നത്. പല സ്ഥലത്തും ഇങ്ങനെ കണ്ടിട്ടില്ല. സാധാരണ റണ്ണിങ് മെറ്റീരിയൽ ഒക്കെ ഇങ്ങനെ വെച്ചിട്ട്. അപ്പോൾ ഇത് നമുക്ക് പ്രിന്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് മുണ്ട് അല്ല മറ്റേ പാവാടയ്ക്ക് എടുക്കാൻ പറ്റും, ബ്ലൗസിന് എടുക്കാൻ പറ്റും, സാരിക്കും ക്രോപ്പ് ടോപ്പിന് എടുക്കാൻ പറ്റും. അങ്ങനെ അതിന് ലൈൻ ഉണ്ട്, പിന്നെ കസുവല് വരുന്നുണ്ട്. അങ്ങനെ വെറൈറ്റി ധാവണിയുടെ ഷോൾ ആയിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. അത് 1/2 മീറ്റർ ആയാലും 1 മീറ്റർ ആയാലും ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. കാരണം ഇത് റീറ്റെയിലാണ്. പിന്നെ അതുപോലെ ഇപ്പുറത്തെ സൈഡ് വരുന്നത് എന്താ സംഭവം, നമുക്ക് ഫുൾ ബ്ലൗസിന്റെ ബ്രൊക്കേഡ് ഷെയ്ഡ് വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. സിൽക്കിന്റെ വരുന്നുണ്ട്, കോട്ടന്റെ വരുന്നുണ്ട്, നെറ്റ് വരുന്നുണ്ട്. ഇത് നോക്കിയേ, ഇതൊക്കെ നല്ല മിറർ വർക്കിൽ വരുന്ന പീലി വർക്ക് പോലത്തെയാണ്. ഒക്കെ കസുവിന് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവം. നമുക്ക് കസവ് സാരിക്ക് നമുക്ക് എന്തും പെയർ ചെയ്യാൻ പറ്റും. അതെ. അപ്പൊ ഇത് ഫുള്ള് വരുന്ന ഏരിയ എന്ന് പറയുമ്പോൾ ഫുൾ ബ്ലൗസിന് പറ്റിയിട്ടുള്ളത് അല്ലെങ്കിൽ ക്രോപ്പ് ടോപ്പിന് ഇതിനൊക്കെ പറ്റിയിട്ടുള്ളത് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. അതിന് പറ്റിയിട്ടുള്ള ലൈനിങ്ങും ഇവിടെ അവൈലബിൾ ആണ്. ലൈനിങ് എന്ന് പറയുമ്പോൾ ലൈനിങ് അത് 2x1 2x2 2x2 ആണ്. പിന്നെ കോട്ടൺ ലൈനിങ് ഉണ്ട്, കോട്ടന്റെ ഉണ്ട്. ഓക്കെ. അപ്പൊ ലൈനിങ്ങും അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു സംഭവം ഇരിക്കുന്നത് ഇത് നമുക്ക് ഡബിൾ സെറ്റ് മുണ്ടാണ്. നമ്മുടെ ഫസ്റ്റ് ഷോപ്പിൽ കണ്ട എല്ലാം സിംഗിൾ സെറ്റ് മുണ്ടുമായിരുന്നു. ഇതുള്ളതെല്ലാം ഡബിൾ സെറ്റ് മുണ്ടാണ്. എന്നുവെച്ചാൽ ഡബിളിന്റെ എൻക്വയറി മാത്രമായിട്ട് വരും. ഡബിൾ സെറ്റ് മുണ്ട് വേണമെന്ന് ചോദിച്ചു വരും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡബിൾ സെറ്റ് മുണ്ടും സെപ്പറേറ്റ് വെച്ച്. ഈ ഡബിൾ സെറ്റ് മുണ്ടും സാധാ സെറ്റ് മുണ്ടും തമ്മിലൊക്കെ എന്താ വ്യത്യാസം? ഡബിൾ സെറ്റ് മുണ്ടാകുമ്പോൾ നമ്മൾ ഉടുക്കണ മുണ്ട് 2 ലെയർ ആയിരിക്കും. അത് മനസ്സിലായി. അതുകൊണ്ട് നമുക്ക് എന്താ ബെനിഫിറ്റ്? ഞാൻ ഇതുവരെ ഡബിൾ മുണ്ട് ഉടുത്തിട്ടില്ല. ചിലർക്ക് പറയും നിഴല് കാണാൻ പാടില്ല, കുറച്ച് കട്ടിയായിട്ടിരിക്കണം, കുറച്ച് സ്റ്റിഫായിട്ടിരിക്കണം. കുറച്ച് ഒത്തിരി മെലിഞ്ഞ കുട്ടികൾക്കാണെങ്കിൽ അണ്ടർസ്കേർട്ട് ഇട്ടിട്ട് ഡബിൾ സെറ്റ് മുണ്ട് എടുക്കുമ്പോൾ കുറച്ചുകൂടെ വണ്ണം തോന്നും. അതിനൊക്കെ ആ ഒരു പർപ്പസ്. ചിലർക്ക് ആ ഒരു കംഫർട്ടബിൾ അങ്ങനെ 2 ഷെയ്ഡിൽ 2 ഇതില് ഇടുമ്പോഴേ, പ്രത്യേകിച്ച് നെളടിയൊക്കെ ഞാൻ സാധാരണ ഇങ്ങനത്തെ ഡബിൾ മുണ്ട് യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് എടുത്ത് ചോദിച്ചത്. ഡബിൾ സെറ്റ് മുണ്ട് അങ്ങനെ ഒരുപാട് അങ്ങനെ ചോദിച്ചു വരാറില്ല, റെയർ ആയിട്ടേ വരാറുള്ളൂ. അതുകൊണ്ട് നമ്മൾ മറ്റ് ഫസ്റ്റ് ഷോപ്പിൽ നിന്നും ഡബിൾ സെറ്റ് മുണ്ടും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിരിക്കണം. അപ്പൊ അതിന്റെ വെറൈറ്റീസ് ആണ് ഈ ഫുൾ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ കാണുന്നത് മൊത്തം. അതില് കസിന്റെ ഉണ്ട്, ബ്ലാക്കിലുണ്ട്, പ്രിന്റിലുണ്ട്. അങ്ങനെ നമ്മൾ ശരിക്കും സെറ്റ് മുണ്ടിന്റെ കാണുന്നത് തന്നെ ഫുൾ പ്രിന്റും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ വരും. ഇതിലുണ്ട്. ഇത് പവർലൂമാണ്. പവർലൂമും ഹാൻഡ്ലൂമും ഉണ്ട്. രണ്ടും മിക്സ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡാണ് ലൈനിങ് ഇരിക്കുന്നത് കേട്ടോ. ഈ ഒരു സെക്ഷനാണ് നമുക്ക് ലൈനിങ്ങിന്റെ സെക്ഷൻ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷൻ വരുന്നത് നമുക്ക് ബ്ലൗസിന്റെ മെറ്റീരിയൽസ് ആണ്, മുറിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ബ്ലൗസിന്റെ മെറ്റീരിയൽസ്. അതിൽ കോട്ടന്റെ വരുന്നുണ്ട്, പല വെറൈറ്റീസ് വരുന്നുണ്ട്. ഇക്കത്തിന്റെ പ്രിന്റ് വേണോ, അജ്രക്കിന്റെ വേണോ, ഒക്കെ നമുക്ക് ബ്ലൗസ് എല്ലാം വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ടോപ്പിന് മുറിച്ചെടുക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് ഈ ഫുള്ള് കാണുന്നത്. അതുപോലെ ഇതൊക്കെ കണ്ടത് നേരത്തെ കണ്ട ഒരു മയിൽപീരിയ പോലത്തെ നമുക്ക് ടോപ്പിനും കൂടെ കട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് പറ്റുന്ന. ഓക്കെ. അപ്പൊ അങ്ങനെ കുറെ വെറൈറ്റീസ് ഒക്കെ നമുക്ക് അതുപോലെ റെഡിമെയ്ഡ് ബ്ലൗസുകൾ അവൈലബിൾ ആണ്. അതാണ് ഇവിടെ ഇരിക്കുന്നത്. അതെ 36 സൈസ് മുതൽ 44 വരെ ഉണ്ട്. സൈസസ് അവൈലബിൾ ആണ് അല്ലേ? അതും വിത്ത് പാഡഡ്. പാഡഡും ഉണ്ട്, രണ്ടും ഉണ്ട്. മിക്സ് ആയിട്ടാണ്. അപ്പൊ നമുക്ക് ഓൾട്ടർ ചെയ്ത് എടുത്താൽ മതി ഷേപ്പിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും. അപ്പൊ അതിന്റെ ഒരുപാട് വെറൈറ്റീസ് ഒരുപാടുണ്ട്. നോക്കി എടുത്താൽ മതി വന്നിട്ട്. അപ്പോൾ വീഡിയോ കോൾ ചെയ്താൽ ഇതും കാണിക്കുമല്ലോ അല്ലേ ബ്ലൗസിന്റെ. അല്ല സാധാരണ ബ്ലൗസ് എന്നൊക്കെ പറയുമ്പോൾ റെഡിമെയ്ഡ് എന്ന് പറയുമ്പോൾ അത്ര പെർഫെക്ഷൻ നല്ല പെർഫെക്റ്റ് ആണ്, പെർഫെക്റ്റ് കട്ടിംഗ് ആണ്. അത് പ്രിൻസസ് കട്ടാണ് വരുന്നത്. നടുക്കില് ബട്ടൺ നല്ല പെർഫെക്റ്റ് ഉണ്ട്. അതുപോലെ വിത്ത് ലൈനിങ് അടക്കമാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന്റെ ഒരു പെർഫെക്ഷൻ എന്തായാലും ഉണ്ടാവും. റേറ്റ് ഒക്കെ നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ എന്തായാലും നിസാര റേറ്റേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കളക്ഷൻ. ഇപ്പോൾ നമുക്ക് അഡ്രസ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇതിപ്പോൾ നമുക്ക് വരുന്നത് ഇത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് ആണ്. ടുവേഴ്സ് എൻഡ് ആയിട്ട് വരും. കാരണം നമുക്ക് കൊല്ലം ജില്ലയും പത്തനംതിട്ട ജില്ലയും എല്ലാം നമുക്കൊരു 2 കിലോമീറ്റേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പത്തനംതിട്ട ജില്ലയാവും. അങ്ങോട്ട് പോയാൽ ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞാൽ കൊല്ലം ജില്ലയാവും. ജില്ല ചോദിക്കുമ്പോൾ ആലപ്പുഴ തന്നെയാണ്. പക്ഷെ മാവേലിക്കര, കായംകുളം, അടൂർ ഇതിൻ്റെയൊക്കെ ഒരു സെൻറ്റർ പോയിന്റ് ആണ് ചാരുമൂട് എന്ന് പറയും. നമ്മുടെ ഷോപ്പ് വരുന്നത് ചാരുമൂട് KP റോഡിന്റെ സൈഡിൽ തന്നെയാണ്. KP റോഡ് തന്നെയാണ്. KP റോഡിന്റെ ഫുൾ ഫോം കായംകുളം പുനലൂർ റോഡ്. ഏത്
മെയിൻ ഹൈവേ റോഡാണ്. അപ്പൊ ഈ ഹൈവേ റോഡിലാണ് നമുക്ക് ഈ ഒരു ഷോപ്പ് നിങ്ങളുടെ ഫ്രണ്ടിൽ കാണാൻ വേണ്ടിയിട്ട് വലിയൊരു ലേഡീസിന്റെ ഒരു ഷോപ്പ് വെച്ചിട്ടുണ്ട്. അത് പല ഉള്ളിലോട്ടാണ് നമുക്ക് ബാക്കി മെൻസ് വെയറും റണ്ണിങ്ങും വരുന്നത്, അകത്തോട്ടാണ്. ഇപ്പൊ നമ്മൾ ഇനി ഗോഡൌണിൽ കയറിയിട്ടില്ല, വെയർ ഹൗസ് ഉണ്ട്, അവിടേക്ക് ഒന്നും നമ്മൾ കയറിയിട്ടില്ല. അതൊക്കെ ഇനിയും കാണാൻ കിടക്കുന്നുണ്ട്. പാർക്കിംഗ് ഏരിയയും എല്ലാം ഉള്ളിലോട്ട് വരുന്നുണ്ട്. പുറമേന്ന് കാണുമ്പോൾ നമുക്ക് വിചാരിക്കും അയ്യോ കാർ എവിടെ. ഞാൻ വന്നപ്പോൾ ആദ്യം എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, കാറിന് എവിടെ ഇടും എന്നുള്ളത്. അപ്പൊ അവിടെ തന്നെ ഒരു ബോർഡ് കണ്ടു, ബൈക്ക് ആൻഡ് കാർ പാർക്കിംഗ്, ഇങ്ങനെ ഒരു ആരോ. സമാധാനമായി. അപ്പൊ വന്ന് കയറിയപ്പോഴാ ഇഷ്ടം പോലെ കാറുകൾ പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ, പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ എന്റെ മുണ്ടുകട. ഓണർ ഹസ്ബൻഡിനെ മീറ്റ് ചെയ്തില്ല കേട്ടോ, മീറ്റ് ചെയ്യാം, ഇനി എപ്പോഴേലും മീറ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ. ബൈ. താങ്ക് യു.